ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ, ബഹുമാനമുള്ള മഹാന്മാരായ ഉലമാക്കളെ, ബഹുമാനികളായ നേതാക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരെ, ഉമറാക്കളെ, ഹബീബിൻ്റെ ആശക്കുകളെ, മുഹബ്ബുകളെ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ പേര് എഴുതി ചേർക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും, ഇന്ന് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. ഈ നേരം പൊതുവെ ബുധനാഴ്ചക്കൊരു പ്രത്യേകതയുണ്ട്. ചില ഇമാമിയങ്ങൾ ബൈനൽ ളുഹ്രി വൽ അസ്രി ദുആ മഖ്ബൂലാകും എന്നാണ്. ഏതൊരു ബുധനാഴ്ചയും ളുഹ്റിൻ്റെയും അസ്റിൻ്റെയും ഇടയിൽ ദുആ മഖ്ബൂലാകുമെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഇത് സഫറിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. ദഫഉൽ മളറാത്തിനും ദഫഉ ശുറൂറിനും ദുആ ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണ്. മാത്രവുമല്ല, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന് മദീനയിൽ പ്രവേശിച്ചതിന് ശേഷം ആദ്യം രോഗബാധിതനാവുന്നത് ഇന്നത്തെ ദിവസമാണ്. ഇന്നാണ് ഹബീബിന് പനി തുടങ്ങുന്നത്. ആ പനി പിന്നെ അവസാനിച്ചില്ല. ആ പനി അതുകൊണ്ടാണ് അവസാനത്തെ ബുധനാഴ്ചയെ ഭയപ്പെടണം എന്ന് പറയുന്നത്. വേറെയും കാരണങ്ങളുണ്ട്. വേറെയും ചില അംബിയാഇന്റെ ഖൗമിന് ഒടുക്കത്തെ ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. അത് എല്ലാ മാസത്തെയും ഒടുക്കത്തെ ബുധനാഴ്ചയുമായി ബന്ധപ്പെട്ട് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഞാൻ ചില എന്ന് പറയുന്നത് നിങ്ങൾ മുന്നിലായതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ദോഷ എതിർക്കുകളും ഉണ്ടാവും. അതങ്ങനെയല്ലല്ലോ. ഇന്നടുത്ത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഈച്ചക്കാത്തി എഴുതിയാൽ പിന്നെ ഇവ പ്രശ്നം ഉണ്ടാക്കും. അപ്പം അങ്ങനെ ഒരു കാലമാണ്, ഒരു പ്രത്യേകമായൊരു കാലമാണ്. എന്ത് പറഞ്ഞാലും ഞഞ്ഞാ പിഞ്ഞാന്ന് പറയാൻ രണ്ടാളെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു കാലമാണ്. അപ്പോൾ ഇടപെടലൊക്കെ പരമാവധി ചുരുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പിടിച്ച മുയലിനെ 3 ചെവി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. സത്യത്തിൽ അയാൾക്ക് അങ്ങനെ പറയാം. സാധു മുയലൊരു സാധുവായ ജീവിയാണ്. അതിന് ഇനി ഒരു ചെവിയും കൂടി ഏറ്റാൻ കഴിയൂല എന്ന് ഇയാൾ മനസ്സിലാക്കൂല. അതൊരു പോത്തിനാണെങ്കിൽ തിരക്കടില്ല. പോത്തിന് 3 ചെവിയും 10 ചെവിയാണ്. മുയലിന് കഴിയൂല. മുയൽ വളരെ സാധുവായ ജീവിയാണ്. മാത്രമല്ല, 2 ചെവി കഴിഞ്ഞാൽ പിന്നെ മുയലിന്റെ ശരീരത്തിൽ പിന്നെ ഒന്നുമില്ല. ആകെയുള്ളത് 2 ചെവിയാണ്. അപ്പൊ ഈ സാധു ജീവിക്ക് ഇനി ഒരു ചെവി ഏറ്റാൻ കഴിയൂല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ആണ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയുമ്പോൾ ചില എന്ന് പറയുന്നത്. അതുകൊണ്ട് മുജബ് ജുസി അല്ലേ? മുജബ് ജുസി 1 കൊണ്ടും സാധിക്കാവുമല്ലോ, 99 കൊണ്ടും സാധിക്കാവും. അപ്പൊ അതങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് സഫറിൽ അവസാനത്തെ ബുധനാഴ്ചയാകുമ്പോൾ അത് പ്രധാനമാണെന്ന് ആയിരക്കണക്കായ മുത്തസവിഫീങ്ങളായ ഇമാമിങ്ങൾ, ആയിരക്കണക്കായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാദിരിയത്തിൽ ഇന്നൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ദഫഉൽ മളറാത്തിന് ഖാദിരിയത്തിന്റെ മശായിഖന്മാരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ച അനവധി ഇബാറത്തുകൾ ഖാദിരിയത്തിന്റെ കിതാബുകളിൽ കാണാം. റിഫായിയത്തിലും അങ്ങനെ തന്നെയാണ്, ഷാദുലിയത്തിലും അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ ത്വരീഖത്ത് അഹ്ലുൽ ഹഖായ ഹഖിന്റെ അഹ്ലുകാരായ ത്വരീഖത്തുകാർക്കും ഇന്നത്തെ ദിവസം എന്നാൽ അതൊരു ദഫഉൽ മളറാത്തിന് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കട്ടെ. അത് നമുക്ക് സൗകര്യം പെടുമെങ്കിൽ ദഫഉൽ മളറാത്തിന് വേണ്ടി ഒരു ദുആ ചെയ്യണം ലാസ്റ്റ്. ഏതായാലും മുസ്തഫ നബിക്ക് പനി പിടിച്ച ദിവസമാണ്. ഹബീബിന്റെ ആശിഖീങ്ങളാകാൻ വേണ്ടി ഹബീബിന്റെ മേലിലുള്ള ആ ഒരു വേദന, അതാണല്ലോ സത്യത്തിൽ ദീന്. ഹബീബിനെ കാണാൻ കഴിയാതിരുന്നതിലുള്ള വേദന. അപ്പൊ നമ്മൾ അതിൻ്റെ ആളുകളാണ്, ആശിഖീങ്ങളാണ്. അല്ലാഹു നമ്മളാക്കി തരട്ടെ. മുസ്തഫ നബിക്ക് ഒരു ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മൾ ചൊല്ലിയ ബഹുമാനപ്പെട്ട ഫാത്തിഹ അല്ലാഹു നമ്മിൽ മഖ്ബൂലാക്കി മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധ ഹളറത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് കൊടുക്കട്ടെ. ഹബീബിന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വസീലത്തും ഫളീലത്തും നൽകട്ടെ.
ആ സ്ഥാനത്തേക്ക്, ആ മഖാമ മഹ്മൂദിലേക്ക് ഹബീബായ നബി ആരൂഢനാകുന്ന ദിവസം അത് സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കണ്ടു നിൽക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കാര്യം കൊണ്ട് അള്ളാഹു നമ്മുടെ മേൽ വിധി പറയാതിരിക്കട്ടെ. നമ്മുടെ കാര്യം കൊണ്ട് അള്ളാഹു നമ്മുടെ മേൽ വിധി പറയാതിരിക്കട്ടെ. നമ്മുടെ കാര്യമെല്ലാം വളരെ പരാജയമാണ്. നമ്മൾ വളരെ കൻസൂറായ ആളുകളാണ്. അമലും വളരെ മോശപ്പെട്ടതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അഹ്ലായത് അഫ്വിനാണ്. അവൻ അഹ്ലായ അഫ്വ് കൊണ്ടും റഹ്മത്ത് കൊണ്ടും മഗ്ഫിറത്ത് കൊണ്ടും നമ്മുടെ മേൽ വിധി പറയട്ടെ. അല്ലാഹു നമ്മൾ അഹ്ലായ അദാബിനും അല്ലാഹുവിനെ തൊട്ടുള്ള ബുഅദിനും കൊണ്ടും അല്ലാഹു നമ്മുടെ മേൽ വിധി പറയാതിരിക്കട്ടെ. അല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ആശിഖീങ്ങളിൽ നമ്മളെ ചേർത്ത് തരട്ടെ. ഹബീബിനെ പറ്റി പറയുന്ന ചുണ്ടും ഹബീബിനെ ഓർത്ത് തപിക്കുന്ന ഫമാലി ഐനൈക ഇൻ ഖുൽത ഫഫാഹമത വമാലി ഖൽബിക ഇൻ ഖുൽത സ്തഫിഖ യഹിമി. എത്രയാണ് കണ്ണേ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഒന്നൊലിക്കല്ലേ. എത്രയാണ് ഹൃദയമേ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഒന്ന് തപിക്കല്ലേ. എന്നിട്ടും കണ്ണേ നീ ഒഴുകുകയല്ലേ, എന്നിട്ടും ഹൃദയമേ നീ തപിക്കുകയല്ലേ എന്ന് ചോദിക്കുന്ന സയ്യിദുൽ ഉഷാഖ് അബൂ അബ്ദില്ലാഹ് മുഹമ്മദ് ബിൻ സഈദ് അൽ ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ ദറജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. ആ ഇഷ്ഖ് അല്ലാഹു നമ്മുടെ ഖൽബിൽ നിറച്ചു തരട്ടെ. فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا زلة القدم എന്ന് പറയപ്പെടുന്ന അതിൻ്റെ രാജ്യങ്ങളിൽ അല്ലാഹു നമ്മളെയും ചേർത്ത് തരട്ടെ. അവിടുത്തെ അഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് നമ്മളെയും പിടിക്കട്ടെ. സിറാത്ത് പാലത്തിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് അവിടുന്ന് നമ്മളെയും പിടിച്ചു തരട്ടെ. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ കൊണ്ട് അവിടുന്ന് നമ്മളെ പിടിച്ചു തരട്ടെ. അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹു ഏതൊക്കെ ഇവിടെ തീരാൻ പോവുകയാണ്. പുതിയ ഒരു തലമുറ വരികയാണ്. ആ പുതിയ തലമുറക്ക് പ്രസ്ഥാനങ്ങളില്ല, ബന്ധങ്ങളില്ല, നേതൃത്വമില്ല, നിലപാടുകളില്ല, പ്രതിബദ്ധതകളില്ല. അങ്ങനത്തെ ഒരു സമൂഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ അഹ്ലി ഇയാൽ പെട്ടുപോകരുതേ പഠിച്ചവനെ. ഞങ്ങളൊരു കുട്ടി ഏറ്റവും വലിയ ആപത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊന്നെ പോലെ ഞങ്ങൾ സംരക്ഷിക്കുന്ന ഞങ്ങളുടെ ഒരു പൊന്നുമോനോ പൊന്നുമോളോ അല്ലാഹുവേ നിനക്കെതിരാവുന്നത് നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. നിന്റെ ഹബീബിനെ ആദരിക്കുന്ന പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതിനെ തൊട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അഭിമാനത്തോടെ ബിമാലിഹി വ അഹ്ലിഹി മുത്തനബിയുടെ കൗസറിന്റെ അരികിലേക്ക് പാഞ്ഞു വരാനും റയ്ഹാനത്തു റസൂലായ സയ്യിദ്നാ ഹസൻ ഇബ്നു അലി വ ഹുസൈൻ ഇബ്നു അലി, ലോകത്തെ മൽഹറുൽ അജായിബും മുൽഹിറുൽ അജായിബുമായ സയ്യിദ്നാ അലി, മഹാനായ ഫാത്തിമത്ത് സഹ്റ, ഇവരുടെ കസാവിധത്തിലും മഹാനായ സിദ്ദീഖുൽ അക്ബർ സയ്യിദ്നാ ഫാറൂഖ് സയ്യിദ്നാ ഉസ്മാൻ അവരുടെയൊക്കെ നേതൃത്വത്തിലും ഹബീബ് ഇങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്കും തരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മുഅ്മിനീങ്ങളെ, മൊബൈൽ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്താൽ നന്നാവും എന്ന് ഞാൻ വളരെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി സമൂഹത്തെ ആക്ഷേപിക്കുകയാണ് ഫാത്തിഹയിൽ. ഫാത്തിഹ എന്നാൽ അത് കൻസുൽ ഖുർആനാണ് ഫാത്തിഹ. അത് ഉമ്മുൽ ഖുർആനുമാണ് ഫാത്തിഹ. അത് സിറുൽ ഖുർആനുമാണ് ഫാത്തിഹ. അത് റഈസുൽ ഖുർആനുമാണ് ഫാത്തിഹ. എല്ലാം ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന സകല കാര്യങ്ങളും ഉള്ളടങ്ങിയ അല്ലാഹുവിൻ്റെ ആലിയത്തായ 7 വചനങ്ങളാണ് ഫാത്തിഹ. ആ ഫാത്തിഹയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ സിർ. ആ സിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേലി സമൂഹത്തെ ആക്ഷേപിക്കുകയാണ്. എന്താണ് ആക്ഷേപിക്കുന്നത്? അവർ മഗ്ലൂബി അലൈഹിം ആയി, അവർ ളാലിങ്ങളും ആയി. അങ്ങനെ നിങ്ങൾ ആകരുത്. പകരം നിങ്ങൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. എന്താണ് പറഞ്ഞത്? ഇത് ചിന്തിക്കണം. ഇത് വളരെ ചിന്തിക്കണം. ഇത് തല കൊടുത്ത് ചിന്തിക്കണം. ഇത് വളരെ തല കൊടുത്ത് ചിന്തിക്കണം. എന്താണ് പറഞ്ഞത്? വളരെ ചിന്തിക്കണം. ചിന്തിക്കും. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം
ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ നീ നിഅമത്ത് ചെയ്തവരുടെ മാർഗത്തിലാക്കിയണമേ. അവരെ അംഗീകരിച്ചുകൊണ്ടും അവരെ അനുധാവനം ചെയ്തുകൊണ്ടും. പിന്നെ നീ ഞങ്ങളെ ആരാക്കരുത്, മഗ്ദൂബി അലൈഹിം എന്നതിലും ആക്കരുത്, ളാല്ലിങ്ങളിലും ആക്കരുത്. എന്താണ് അതിന്? ഇതിനൊക്കെ 1000 മഅന ഉണ്ടാവും. ഒരു മഅന പറയാൻ പോവാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് അവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഇവിടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറയരുത്. ഒരു മഅന. എന്തുകൊണ്ട്? ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫദൽ ബഹർ. ഇതൊക്കെ ഇതിന്റെ മഅനയാണ്. ഒരു മഅന പറയാൻ പോവാണ്. മനസ്സിലായില്ല. എന്തേ പഠിച്ചോനെ ഇവർക്ക് പറ്റിയത്? ആർക്ക്? ഇസ്രായേലികൾക്ക് പഠിച്ചോനെ എന്തേ പറ്റിയത്? അന്തം വിട്ടു. മനസ്സിലായില്ല എന്താ പഠിച്ചോനെ ഇവർക്ക് പറ്റിയത്. അപ്പോൾ പിന്നെ ബയാനുൽ ഫാത്തിഹയിലേക്ക് ഇറങ്ങി. ബയാനുൽ ഫാത്തിഹയാണ് 113 സൂറത്ത്. ആദ്യമായി അൽ ബഖറയിലേക്ക് ഇറങ്ങി. അപ്പോൾ അല്ലാഹു ഉള്ളുകള്ളി പൊളിച്ച്. ആരുടെ? ഇസ്രായേലികളുടെ. അവർക്ക് പറ്റിയ അബദ്ധം അവർക്ക് പറ്റരുതായിരുന്നു. നിങ്ങൾക്കത് ചെയ്തുകൂടായിരുന്നോ എന്ന്. ഇനി ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യേണ്ട സമയം ചെയ്തില്ല. പരിശുദ്ധ അൽ ബഖറയിൽ അവരുടെ അബദ്ധം അല്ലാഹു പറയാണ്. എന്താ പറയുന്നത്? ശ്രദ്ധിക്കാം. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന്. എവിടെ ഇത് പറയുന്നത്? ബഹുമാനപ്പെട്ട അൽ ബഖറ 22. നിർത്തിയോ? ഇല്ല. അൽ ബഖറ പിന്നെ 40. നിർത്തിയോ? ഇല്ല. അൽ ബഖറ 47. നിർത്തിയോ? ഇല്ല. അൽ ബഖറ 122. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം. വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇവിടെ നിഅമത്ത് എന്ന വാക്കിനെ ഫാത്തിഹയിൽ നമുക്ക് മുന്നിൽ അല്ലാഹു അവതരിപ്പിച്ചു. എന്നിട്ട് ഫാത്തിഹയിൽ അവരിലേക്ക് നിഅമത്തിനെ ചേർത്തതേയില്ല. എന്നിട്ട് അവർ മറന്ന നിഅമത്തിനെ അവർക്ക് അൽ ബഖറയിൽ ഓർമ്മപ്പെടുത്തി. വളരെ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ അനുധാവനം ചെയ്യേണ്ടവർ എന്ന നിലയിൽ നമുക്ക് അല്ലാഹു നിഅമത്തിനെ പറഞ്ഞു തന്നു. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അവർക്ക് അല്ലാഹു തആല ളാല്ലീൻ എന്നും പറഞ്ഞു, മഗ്ദൂബി അലൈഹിം എന്നും പറഞ്ഞു. അവരുടെ വിശദീകരണം പറഞ്ഞിടത്ത് നിഅമത്ത് എന്ന പദം പറഞ്ഞതേയില്ല. പക്ഷേ അവരുടെ ദമ്മിൽ നിഅമത്തിനെ കൊണ്ടുവന്നു, നമ്മുടെ മദ്ഹിൽ നിഅമത്തിനെ കൊണ്ടുവന്നു. യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇസ്രായേലികളെ, നിങ്ങൾക്ക് എന്റെ നിഅമത്ത് ഓർത്തുകൂടായിരുന്നോ? ഇനി ഓർത്തിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾക്ക് വാതിലടച്ചു. ഇസ്രായേലികളുടെ വാതിലടച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്തേ? ഇത് ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ എന്ന പോലത്തെ വർത്തനാണ്. തിരിഞ്ഞിട്ടില്ല. ഇന്ന് ഇസ്രായേലികൾ, ഈ ആയത്തിറങ്ങുന്ന കാലത്ത് ഇസ്രായേലികൾ അവരുടെ നിഅമത്തിനെ അവലംബിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? അവരുടെ നിഅമത്ത് വാതിലടച്ചിട്ടാണ് പുതിയ ആൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾ നല്ലോണം ചിന്തിക്കണം. ഈ ആയത്ത് യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന ആയത്തിറങ്ങുന്ന കാലത്ത് ഇസ്രായേലികൾ താങ്കളുടെ നിഅമത്തിലേക്ക് തിരിച്ചു പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ആ നിഅമത്തിന്റെ വാതിൽ അടഞ്ഞിട്ടുണ്ട്. ഇതേതുപോലെയാണ് കലീബിലേക്ക് വലിച്ചിട്ട അബൂജഹലിനോടും ഉത്ബയോടും പറഞ്ഞില്ലേ, ഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖ്ഖാ. ഒന്ന് ഓർത്തുടായിരുന്നോ എന്നതുപോലെയാണ് ഈ പറഞ്ഞത്. ഇതൊരു സ്ഥലത്തല്ല. അർ-റഹ്മാൻ സൂറത്തിൽ ഫബിഅയ്യി ആലായി പറയും പോലെയാണ് അൽ ബഖറയിൽ യാ ബനീ ഇസ്രായീൽ ഉസ്കുറൂ, ഇസ്രായേലികളെ നിങ്ങൾക്ക് ഓർത്തുകൂടായിരുന്നോ?
നിങ്ങൾക്ക് ഞാൻ ചെയ്ത നിഅമത്തിനെ ഓർത്തൂടായിരുന്നോ? ചിന്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കും. മെല്ലൊന്നും ആമീൻ പറഞ്ഞാൽ മതിയാവില്ല. ഇപ്പം നിങ്ങളെല്ലാവരും ഉസ്താദ്മാരാണെങ്കിലും എൻ്റെ മുന്നിൽ ഉസ്താദ്മാരല്ല. കുറച്ച് നേരം അഫ്വാൻ, പിന്നെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് അത് ദർജ വിട്ടു തരുകയും ചെയ്യും. എന്നിട്ട് ഞങ്ങളെ മുന്നിൽ വളരെ കുട്ടിയായിരിക്കും. ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ ആമിറായ ആളാണ്. ഇപ്പോൾ ഖദമി അലാ റഖബാത്തിൽ ഔലിയ എന്ന് പറഞ്ഞ ഒന്നുമില്ലട്ടാ, അങ്ങനെ പറയാ. അല്ലാതെ ഉസ്താദ് ശിഷ്യന്മാരെ പേടിച്ചാലും ഒന്നും നടക്കൂല. ചിന്തിക്ക്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സത്യമാണ്. ഇതിനൊന്നും മറുപടി പറയാൻ ഒരാൺകുട്ടി ഇന്ന് ഭൂമിയിൽ ജനിച്ചിട്ടില്ല, നടക്കൂല. ഇതിന് മറുപടി പറയാൻ ഒരാൺകുട്ടിക്ക് നടക്കൂല, ഒരു നിലക്കും നടക്കൂല. ഒരു വഹാബിക്കും ഇതിന് മറുപടി പറയാൻ കഴിയൂല, നടക്കൂല. എന്താ അല്ലാഹ് പറയുന്നത്? അല്ലാഹ് പറയുന്നു, യാ ബനീ ഇസ്രാഈൽ ഉദ്കുറൂ, നിങ്ങൾക്ക് ഓർത്തൂടായിരുന്നോ? എന്തിനെ? നിങ്ങൾക്ക് തന്ന നിഅമത്തിനെ ഓർത്തൂടായിരുന്നോ? ഓർക്കണമെങ്കിൽ പറയണം. ചിന്തിക്കണം. ഒന്നിരിക്കൽ മർഅയിലാകണം, അല്ലെങ്കിൽ മസ്മയിലാകണം. മർഅയിൽ നിന്നുള്ളത് ഓർക്കും, അല്ലെങ്കിൽ മസ്മയിൽ നിന്നുള്ളതും ഓർക്കും. മർഅയിൽ നിന്നും മസ്മയിൽ നിന്ന് ചിലപ്പോൾ മർഅയിൽ നിന്ന് കിട്ടും അഖ്ല് സ്വീകരിക്കും. എന്നിട്ട് അത് അഖ്ല് സുവറാക്കി ഇങ്ങനെ വെക്കും. എന്നിട്ട് അത് നാവ് ഇങ്ങനെ പറയും. എന്തുകൊണ്ട്? പറയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നടഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തള്ളും. തള്ളലാണ് പറയല്. എന്റെ ഹൃദയമേ നീ തപം കൊള്ളുന്നത്, തപം കൊള്ളിയാൽ പുറത്തേക്ക് ആടും. ചാനലാണ് എന്ത്? അമിൻകുരിജി. ഇത് കവിച്ചാൽ തള്ളും. ഇവിടെ സാധനം പുറത്തു കണ്ടെങ്കിൽ ഇത് തള്ളും. അപ്പോൾ എന്താ അർത്ഥം? ദിക്റുണ്ടാകണമെങ്കിൽ പറയണം, പറച്ചിലുണ്ടാകണമെങ്കിൽ ദിക്റുണ്ടാകണം. എന്താ അല്ലാഹു ചെയ്തു നിഅമത്ത്? ഇതെവിടെയാ ഓർത്ത്? ഒന്ന് അൽ ബഖറ പറയാൻ കാരണം എന്താ? അവരെ സൂറത്താണല്ലോ അൽ ബഖറ. അവരെ സൂറത്താണ് അൽ ബഖറ. അൽ ബഖറ എന്നത് തന്നെ അവരുടെ നബിയായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഇസ്രായേലികൾ നടത്തിയ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് എന്ത് പറയുന്നത്? അൽ ബഖറ. മനസ്സിലായില്ലേ പറഞ്ഞത്? അൽ ബഖറ ആരുടെ സൂറത്താണ്? ഇസ്രായേലികളുടെ സൂറത്താണ് അൽ ബഖറ. അപ്പോൾ അതെന്നെ പറയാം, യാ ബനീ ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും എന്ന്. അൽ ബഖറ 22, അൽ ബഖറ 40, അൽ ബഖറ 47. 40 ഒക്കെ ഓതിയിട്ട് നാവിലെ വെള്ളം പറ്റൂല. അപ്പൊ ഇതിന് പിന്നെ 47 പിന്നെയും വരും. എന്ത്? യാ ബനീ ഇസ്രായേൽ ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയ ഇൽമിനെ തരട്ടെ. അല്ലാഹു യാ നാഫിയ ഇൽമിനെ തരട്ടെ. എന്താണ് അപ്പൊ ചോദ്യം? ഖാസിമി, നിങ്ങൾ എന്തായി പറയുന്നത്? അല്ലാഹു ചെയ്ത നിഅമത്ത് അമ്പിയാക്കളെ ഓർക്കലാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയത്? അല്ലാഹു അവർക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അമ്പിയാക്കളായിരുന്നു. ആർക്ക്? ഇസ്രായേലികൾക്ക്. അല്ലാഹു ഇസ്രായേലികൾക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് അമ്പിയാക്കളാണ്. അപ്പോൾ അമ്പിയാക്കളെ ഓർക്കാനാണ് പറയുന്നത്. ഓർക്കണമെങ്കിൽ പറയണം. മറയിൽ കുറച്ചാളുകളെ ഉള്ളൂ. BC 13-ാം നൂറ്റാണ്ടിലാണ് മൂസ വരുന്നത് അലൈഹിസ്സലാം. BC 7-ാം നൂറ്റാണ്ടിലാണ് ആയത്തിറങ്ങുന്നത്. അപ്പോൾ മൂസായും അലൈഹിസ്സലാം ആയത്തിറങ്ങുന്ന കാലവും തമ്മിൽ 2000 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. ഇത് സംബോധിതർ കണ്ടവരല്ല. പിന്നെ അവർക്ക് എന്തേ ചെയ്യാൻ പറ്റൂ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ, മനസ്സിലായില്ല. ഈ മൂസ മരിക്കുന്നത് BC 13-ാം നൂറ്റാണ്ടിലാണ്.
മുത്തനബിക്ക് ആയത്തിറങ്ങുന്നത് 7-7 നൂറ്റാണ്ടിലാണ്. ഇത് തമ്മിലുള്ള അകലം 2000 കൊല്ല. അപ്പോൾ അവർക്ക് ഓർക്കാൻ പറഞ്ഞു. ഓർക്കാൻ കണ്ടവര്, അവർക്ക് ഏറ്റവും വലിയ നിഅമത്ത് എന്താ? അമ്പിയാക്കൾ. അതിന് മറുപടി അറിയാം. അതെവിടുന്ന മൂല്യം നിങ്ങൾ മനസ്സിലാക്കിയത്? മാഇദയിൽ പച്ച പൊളിച്ചത് പറഞ്ഞു, പച്ചയായിട്ട് പൊളിച്ചത് പറഞ്ഞു. ഈ 4 ആയത്തിനെയും മാഇദയിൽ പൊളിച്ചത് ശരിയാക്കി, പച്ചയായിട്ട് പൊളിച്ചത് പറഞ്ഞു. അതുകൊണ്ട് ചിന്തിക്കണം. മാഇദയിൽ സൂറത്ത് മാഇദ 20-ാമത്തെ ആയത്ത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ. സൂറത്തുൽ മാഇദ 20-ാമത്തെ ആയത്ത്. അപ്പോൾ അൽ-ബഖറയിലെ മുബഹമാക്കി പറഞ്ഞ നിഅമത്തിന്റെ ബയാനാണ് മാഇദയിലെ 20-ാമത്തെ ആയത്ത്. എന്താണ് അല്ലാഹു നിങ്ങൾക്ക് തന്നത്? وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് അമ്പിയാക്കൾ. ശരി, മടങ്ങിക്കാളെ അൽ-ബഖറയിലേക്ക്. ഇനി മാനോക്ക് എന്ത്? നീ ബേജാറാവണ്ടില്ലല്ലോ. ഖുർആന് ലൈഫാക്കുന്ന മെഷീൻ ഇറങ്ങിയിട്ടില്ലല്ലോ, മനസ്സിലായില്ല? ഇനിയിപ്പോ സലഫികൾക്ക് കുറച്ച് പണി ഉണ്ടാവും. ഇനിയിപ്പോ ഒറ്റ പരിഹാരമേ ഉള്ളൂ. എന്ത്? ഒരു പുതിയ മെഷീൻ കൊണ്ടുവരാ. എന്ത് പറയാ? എന്ത്? അതൊക്കെ ഇവിടെ ഇറങ്ങും. അത് ഇറങ്ങും. ആ അള്ളാഹുവിനെ വരെ ലൈഫാക്കുന്ന മെഷീൻ ഇറങ്ങിക്കഴിഞ്ഞു അവരുടെ കോളേജിൽ നിന്ന്. ഇനിയിപ്പോ എത്തിറങ്ങും ലൈഫാക്കുന്ന മെഷീന് വലുതാ ബുദ്ധിമുട്ട്. എടവണ്ണ ജാമിയ നദ്വിയയിൽ നിന്ന് ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ അള്ളാഹിനെ ലൈഫാക്കണം. ഇനി ആയത്ത് ദായിഫാക്കാൻ വലിയ ദൂരമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ചിന്തിക്കണം. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ اذْكُرُوا نِعْمَةَ اللَّهِ عَلَيْكُمْ إِذْ جَعَلَ فِيكُمْ أَنْبِيَاءَ. എന്റെ ഖൗമേ, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത നിഅമത്ത് നിങ്ങൾ ഓർക്കണം. എന്താണ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത്? ഇത് ജഅല ഫീക്കും അംബിയാ, നിങ്ങൾക്ക് അംബിയാക്കളെ തന്നു എന്നതാണ് നിഅമത്ത്. മാഇദ 20. ശരി, മടങ്ങിക്കളി അൽ-ബഖറയിലേക്ക്. നോക്കി, യാ ബനി ഇസ്രായീൽ ഉസ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. ഇസ്രായേലികളെ, നിങ്ങൾക്ക് ഞാൻ ധാരാളം നബിമാരെ തന്നിരുന്നു. അവരെ നിങ്ങൾ മഹോന്നതമായി അവരെ മഹത്വവൽക്കരിച്ച് പറഞ്ഞുകൂടായിരുന്നോ? കേട്ടുകൂടായിരുന്നോ? നിങ്ങൾ നശിക്കൂലായിരുന്നല്ലോ. അത് നിങ്ങൾ ചിന്തിച്ചില്ല. എന്റെ ഒളവ് വന്നു മഗ്ദൂബി അലൈഹിം, നിങ്ങൾ പഴച്ചുള്ളേൻ. അത് നിങ്ങൾ ചെയ്യരുത്. മൗലിദ് ഓടിക്കോളി. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അല്ലാഹു അക്ബർ. എന്തേ വേജറാണ്? അല്ലാന്ന് പറയാനുള്ള ആണുങ്ങളെനിക്ക് കാണാനാ? മൂല്യമാർക്ക് ലേശ അസതറും ഒക്കെ എനിക്കറിയാം. ഇത് വ്യക്തമായ വ്യാഖ്യാന. ഇതൊക്കെ കൃത്യ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു ഉറക്കപ്പറ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരു മായന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ സ്വന്തം നബിയെ സദാസമയവും ഓർക്കുന്നവരും പറയുന്നവരും. പിന്നെ ആ നബിയുടെ അതുവഴി ആ നബിയുടെ ഇഖ്വാനായ അംബിയാഇനെയും അവരെ ഓർത്താലല്ലേ ഇത്തിബാ ചെയ്യാൻ പറ്റൂ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഒരു ഇത്തിബാ ചെയ്താലല്ലേ ഹിദായത്ത് കിട്ടൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരാളെ അറിയാതെ ഇത്തിബാ ചെയ്യാൻ കഴിയില്ല. ഇത്തിബാ ചെയ്യണമെങ്കിൽ അളമത്തോടു കൂടി പറയണം. എന്നിട്ട് നമ്മുടെ മനസ്സിൽ അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടാവണം. അപ്പോഴേ ഇത്തിബാ ചെയ്യാം. വളരെ ചിന്തിക്കണം. അപ്പൊ ഇവിടെ മയന എന്തായിന്നറിയോ? ഇസ്രായേലികൾ നല്ലതുകൊണ്ട് അവരുടെ അംബിയാഇനെ പറഞ്ഞില്ല. ചിലർ തീരെ പറഞ്ഞില്ല. ചിലർ പറ നല്ലതുകൊണ്ട് പറഞ്ഞില്ലേ? ചിലർ പറഞ്ഞു, മോശപ്പെടുത്തി പറഞ്ഞു. അതെവിടെ ഞാൻ മൂല്യത തെളിവ്? അൽ-ബഖറ 102.
മാതതുൽ ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت. സുബ്ഹാന അല്ലാഹ്. ഇസ്രായേലികളാക്കിയ ഒരാൾ സയ്യിദ്നാ ദാവൂദും സയ്യിദ്നാ സുലൈമാനുമാണ് അലൈഹിമസ്സലാത്തു വസ്സലാം. അവരുടെ കാലഘട്ടം, ഇസ്രായേലികൾക്കൊരു സുവർണ കാലഘട്ടം ചരിത്രത്തിലുണ്ടെങ്കിൽ BC 998 മുതൽ BC 923 വരെയുള്ള കാലഘട്ടമാണ്. BC 998 മുതൽ BC 958 വരെ നബിയുല്ലാഹി ദാവൂദി കാലഘട്ടം. BC 958 മുതൽ BC 923 വരെ സുലൈമാനി കാലഘട്ടം. 40, 35, 75. ശ്രദ്ധിക്കണം. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. BC 998 മുതൽ BC 958 വരെയാണ് നബിയുല്ലാഹി ദാവൂദ്. മനസ്സിലാണ്ടോ പറഞ്ഞത്? അതെ, ചിന്തിക്കണം. പിന്നെ BC 958 മുതൽ BC 923 വരെയാണ് ആര്? നബിയുല്ലാഹി സുലൈമാൻ. ഈ 75 കൊല്ലമാണ് ഇസ്രായേലികളുടെ സുവർണകാലം. മനസ്സിലായില്ലേ? അവരുടെ നിങ്ങൾ എൻ്റെ കൂടെ വരണേ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അവരുടെ നബി, ഇസ്രായേലി സമൂഹത്തിന് അള്ളാഹു നൽകിയ നബിയാണ് നബിയുല്ലാഹി മൂസ, സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും അവർ നല്ലത് പറഞ്ഞില്ല. തോറയില്, തെൽമൂദാണ് ഇപ്പോൾ അവരുടെ വേദഗ്രന്ഥം. എൻ്റെ കൂടെ വരണം കേട്ടാ, എൻ്റെ കൂടെ ഇല്ലേ? ഈ തെൽമൂദ് BC 200 2-ാം നൂറ്റാണ്ടില് ഹർദിയാലിൻ്റെ കാലത്ത് അവരെ ജെറൂസലേമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവരെഴുതി ഉണ്ടാക്കിയതാണ് എന്ത്? തെൽമൂദ്. എൻ്റെ കൂടെ വരണം. BC AD 7-ാം നൂറ്റാണ്ടിലാണ് മുത്തനബി വരുന്നത്. AD 2-ാം നൂറ്റാണ്ടിൽ ഒരു തോറ വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇസ്രായേലികൾ. അതാണ് തെൽമൂദ്. ഇപ്പോൾ അവർ നെഞ്ചിൽ കൊണ്ട് നടക്കുന്നത് തെൽമൂദാണ്. എൻ്റെ കൂടെ വരി, സ്പീഡ് പോവാനാണ്. മനസ്സിലായില്ലേ? AD 2-ാം നൂറ്റാണ്ടില് 5 ലക്ഷം ജൂതന്മാരെ ലോകത്ത് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ചില ബഹളം കാരണം. അങ്ങനെയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അവർ പേർഷ്യയിലേക്കും പിന്നെ ബാബിലോണിയയിലുമൊക്കെ ഒളിച്ചോടി. ആ വനവാസ കാലഘട്ടത്തിൽ അവർ പുതിയ ഒരു വേദഗ്രന്ഥം എഴുതി ഉണ്ടാക്കി. ആ ഗ്രന്ഥമാണ് എന്ത്? തെൽമൂദ്. തെൽമൂദിൽ അവർ മൂസയെ വ്യഭിചാരിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. തെൽമൂദ് എൻ്റെ കയ്യിലുണ്ട്, പേടിക്കണ്ട, ആരും വന്നാൽ കാണിച്ചു തരാം. തെൽമൂദിൻ്റെ കയ്യിലുണ്ട്. ചിന്തിക്കണം. തെൽമൂദിൽ പറയുന്നത് സയ്യിദ്നാ മൂസ. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇസ്രായേലികൾ 1 അവർ നബിമാരെ മറന്നു, 2 ഓർത്തത് നല്ല നിലക്കല്ല, മോശമായ നിലക്ക. ഏറ്റവും വലിയ നബിയാണ് ആര്? സയ്യിദ്നാ മൂസ. 136 തവണ ഖുർആൻ പറഞ്ഞ നബിയാണ് സയ്യിദ്നാ മൂസ. ഇസ്രായേലി നബിയാണ് സയ്യിദ്നാ മൂസ. ഉറക്കം പറ, സയ്യിദ്നാ മൂസ. 136 തവണയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ മൂസായെ പറഞ്ഞത് അലൈഹിസ്സലാം. ലോകത്തെ ദ്വിതീയനായ സയ്യിദ്നാ ഇബ്രാഹിം പോലും അലൈഹിസ്സലാം 69 തവണയേ ഉള്ളൂ. ഖുർആനിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാമം 69 തവണയേ ഉള്ളൂ. അതേ സമയത്ത് സയ്യിദ്നാ മൂസ 136 തവണയാണ് സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വന്തം ഖൗമായ ഇസ്രായേലികൾ എന്ത് ചെയ്തു? അവർ പറയാണ്, തെൽമൂദിന്റെ ഒരു ഭാഗം തെൽമൂദിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്ത്? ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മദിയനിലേക്ക് രക്ഷപ്പെട്ട് മൂസയെ മദിയനിലുള്ള യെറുവേൽ എന്ന ധനാഢ്യനാണ് സംരക്ഷിച്ചത്. അയാളുടെ മൂത്ത മകളായിരുന്നു സഫൂറ. ആ പെണ്ണിൽ അനുരക്തനായി ആരെ? മൂസ. അങ്ങനെ ആ പെണ്ണുമായി അവിഹിത ബന്ധം പുലർത്തി ഗർഭിണിയായി. അവസാനം യെറുവേലിനെ ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി ആരെ പറ്റിയാ പറയുന്നത്? സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. അവരാദ്യത്തെ പ്രവാചകനാണ് മൂസ. സയ്യിദ്നാ മൂസ, എൻ്റെ കൂടെ വരി, അല്ലാഹു തൗഫീഖ് തരട്ടെ. സയ്യിദ്നാ മൂസ അലൈഹിസ്സലാം. ചിന്തിക്കണം. ഒന്ന്. പിന്നെ
അവർക്കൊരു നിലപാടുണ്ടാക്കി കൊടുത്ത നബിയാണ് ദാവൂദും സുലൈമാനും. സുലൈമാൻ നബി മരിച്ചതോടുകൂടെ ഇവര് പറഞ്ഞു കൂടോത്രക്കാരനായിരുന്നു. സുലൈമാൻ ഇസ്രായേലി നബിയാണ്. ആര് പറ? ആര്? സുലൈമാൻ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വമാ കഫറ സുലൈമാൻ, വമാ കഫറ സുലൈമാൻ എന്ന് ഇസ്രായേലികളെ മുന്നിൽ ഖുർആൻ പറയേണ്ടി വന്നത് എന്തുകൊണ്ട്? ഇസ്രായേലികളെ വീക്ഷണ പ്രകാരം സുലൈമാൻ കാഫിറാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. വമാ കഫറ സുലൈമാൻ എന്ന് പറയേണ്ടത് എന്തു വന്നുകൊണ്ട്? സുലൈമാനെ പറ്റി അലൈഹിസ്സലാം ഇല്ലാത്ത വാക്കുകൾ ആര് പറഞ്ഞു കൊടുത്തു? പിശാചുക്കള്. വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ. ഞാൻ ഓടാണ് അവിടുന്ന്, ഞാൻ ഓടുകയാണ്. നിങ്ങൾ വളരെ ചിന്തിക്കണം. നിങ്ങൾ വളരെ ഉണർന്നിരുന്നാലേ നിങ്ങൾക്ക് ഈ വിഷയം എളുപ്പം മനസ്സിലാവും. തലേ കയറിയ ഭയങ്കര ഒരു കയറ്റാണ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അള്ളാഹു തല തൗഫീക്ക് തരട്ടെ. വളരെ കയറണം കേട്ടാ. ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള ക്ലാസ്സേ പ്രശ്നമാണ്. കാരണം അങ്ങനെ ഉറങ്ങും. പിന്നെ ഈ 2-3 ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എനിക്കൊരു സന്തോഷം. ആർക്കെങ്കിലും ഉപകരിക്കുമല്ലോ. ഇവിടെ 2-3 സാധനങ്ങളുണ്ടല്ലോ. ഇവര് അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹിലഹു. ഇവിടെ ചിന്തിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ ഇസ്രായേലികൾ 2 വിഭാഗം. ഒന്നവർ നബിമാരെ തീരെ ഓർത്തില്ല. 2 ഓർത്തത് വളരെ മോശപ്പെട്ടത്. അതുകൊണ്ടാണ് വളരെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീന അൻഅംത അലൈഹിം എന്ന വിഭാഗം എന്നാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ആരാണ്? ദാക്കിറു മുഹമ്മദാണ്. അതന്നെ ബിൽ മദ്ഹ് വസ്സനാ ലിഅന്നഹു മുഹമ്മദ്. എന്തുകൊണ്ടാണ് ഈ നബിക്ക് അല്ലാഹു മുഹമ്മദ് എന്ന് പേര് കൊടുത്തത്? യഹ്മദുഹു ജമീഉ മൻ ദഖല മിൻ ഉമ്മത്തിഹി വമിൻ ഗൈരി ഉമ്മത്തിഹി ഹത്താ ഹുവ മദ്കൂറുൻ ഇലാ യൗമിൽ ഖിയാമ ഫസ്വാറ മുഹമ്മദൻ. അന്ത്യനാൾ വരെ ഈ മനുഷ്യൻ പറയപ്പെടും. ഇസ്രായേലികൾ അവരുടെ നബിമാരെ പറഞ്ഞില്ല. മുഹമ്മദ് എന്ന അർത്ഥം എന്താ? പറയപ്പെടുന്ന, പ്രശംസിക്കപ്പെടുന്ന ആളെന്നല്ലേ? അപ്പോൾ മദ്കൂറാണല്ലോ. എന്തുകൊണ്ട്? ബിൽ മദ്ഹി മദ്കൂറാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മുഹമ്മദിയത്ത് എന്ന് പറഞ്ഞാൽ അത് അൽ മദ്കൂറു ബിൽ മദ്ഹി ഇലാ യൗമിൽ ഖിയാമ ഫഹു മുഹമ്മദ്. യൗമൻ വയൗമൻ യൗമൻ വലൈല ഹീനം ബഅദ ഹീനിൻ വആനം ബഅദ ആനിൻ. മനസ്സിലായില്ല? മുഹമ്മദ് പറഞ്ഞ ആരാ? മൂസ. ആയി. ഇബ്രാനിയത്തിൽ മൂസ എന്ന് പറഞ്ഞാൽ കണ്ടെടുക്കപ്പെട്ടു. വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആൾ എന്നാണ് എന്തിൻ്റെ അർത്ഥം? മൂസ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. മനസ്സിലായില്ല? മൂസ ഹിബ്രാനിയത്തിൽ ഇവിടെ എടുക്കുക. മനസ്സിലായില്ല? മനസ്സിലായോ പറഞ്ഞത്? ആരോ കൊണ്ടുപോയി 3 മാസം പാത്തിച്ചു. പിന്നെ യാറ ഹബീബി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത്? പുഴയിലിട്ട്. പിന്നെ അവിടുന്ന് കണ്ടെടുക്കപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്തു? സംഭവങ്ങൾ കൊണ്ട് പേര് വെക്കുക എന്ന ഒരു സ്വഭാവം അവരുടെ ഇടയിലുണ്ടായിരുന്നു. ബിന്യാമീൻ പോലെ. ബിന്യാമീൻ ജനിച്ചപ്പോൾ ബിന്യാമീൻ്റെ ഉമ്മ റാഹേൽ മരിച്ചു. ബിന്യാമീൻ ജനിച്ച അന്ന് പ്രസവത്തിൽ തന്നെ ബിന്യാമീൻ്റെ ഉമ്മ മരിച്ചപ്പോൾ ബിന്യാമീൻ എന്ന് പേരിച്ചു. ബിന്യാമീൻ പ്രസവത്തിൽ മരിച്ച പെണ്ണിന്റെ പുത്രൻ. അതാ ബിന്യാമീൻ. മൂസ വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ആൾ. മുഹമ്മദോ അൽ മദ്കൂറു ബിൽ മദ്ഹി അൽ മദ്കൂറു ബിൽ ഹംദി വൽ മദ്ഹി ഹീനം ബഅദ ഹീനിൻ വആനം ബഅദ ഹാനിൻ. ഇവിടെ തങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ മുഹമ്മദ് മുസ്തഫാനെ
അത് പറയും. എന്തുകൊണ്ട്? ഇതാരാണ്? മുഹമ്മദാണ്. ഈ മനുഷ്യനെ പറ്റി മദ്ഹ് കൊണ്ട് പറയാത്ത ഒരു സെക്കൻഡ് ഭൂമിയിൽ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു മുഹമ്മദ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ പിന്നെ സ്വന്തം പ്രവാചകരോട് നീതി പുലർത്തിയ ജനതയാണ് ആര്? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ശ്രദ്ധിക്കണം. 1 2 വളരെ ചിന്തിക്കുക. ഇനി നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കാൻ പറ്റിയതാണ്, ബാക്കിയൊക്കെ നിങ്ങൾ ചിന്തിക്കുക. വളരെ ചിന്തിക്കണം. അപ്പോൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം എന്നാൽ ആരാ? ഖിയാമത്ത് നാൾ വരെ അവരെ ഖൽബിൽ നിന്ന് ആര് പോവുകയില്ല? പുണ്യ റസൂൽ പോവുകയില്ല. ഖൽബിൽ ഉണ്ടാകണമെങ്കിൽ ഖൽബിന് 2 വകുപ്പേ ഉള്ളൂ. ഒന്ന് പറ, ചെവിയിൽ കണ്ണിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ചെവിയിൽ നിന്ന് കിട്ടണം. കണ്ണിൽ നിന്ന് കിട്ടിയാൽ കൽബ് നിറക്കും. ചെവിയിൽ നിന്ന് കിട്ടിയാൽ പറ. കണ്ണിൽ നിന്ന് കിട്ടിയാൽ കൽബ് നിറക്കും, ചെവിയിൽ നിന്ന് കിട്ടിയാലും കൽബ് നിറക്കും. പക്ഷേ കണ്ണിൽ നിന്ന് കിട്ടണമെങ്കിൽ മഹ്ബൂബിന്റെയും മുഹിബിന്റെയും കാലവും ഒന്നാകണം. അപ്പോൾ പിന്നെ കൽബിൽ മനസ്സിലായില്ല, കണ്ണിൽ നിന്ന് മഹബൂബിനെ സ്വീകരിക്കണമെങ്കിൽ മുഹിബിന്റെയും മഹബൂബിന്റെയും കാലം ഒന്നാകണം. സ്ഥലം ഒന്നായിട്ടില്ലെങ്കിലും കാലം ഒന്നായാൽ അങ്ങോട്ട് പോയാൽ മതി. കാലം 2ആകുമ്പോൾ കണ്ണിലൂടെ കൽബിന് കിട്ടൂല. കൽബിന് കിട്ടിയാലേ നാവിന് തോന്നും. ഇതാ റൂട്ട്. അതിൽ 1.5 ലക്ഷം ആളുകൾക്ക് കണ്ണിലൂടെ കിട്ടിയുള്ളൂ. ഇത് കോടാന ഉമ്മത്ത് മുഹമ്മദ്. അവർക്ക് മുത്തുനബിയെ ഇങ്ങനെ കിട്ടൂല. എങ്ങനെ കിട്ടൂ? ഇങ്ങനെ കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം. ഒരാൾ പറയാതെ ഒരാൾക്ക് കിട്ടൂല. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ മുഹമ്മദിയത്തുണ്ടാകണമെങ്കിൽ മൗലൂദ് നടക്കണം. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. കൂടുതൽ വർത്തനം പറയണ്ട. വഹാബി കുട്ടികളെ, നിങ്ങളെ നേതാക്കന്മാർ ചതിച്ചടാ. പിന്നെ നിങ്ങൾക്ക് ഒരു കുന്തം അറിയൂല, നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ അറിയൂല. നിങ്ങളെ നേതാക്കന്മാർ കുട്ടികളെ നിങ്ങളെ ചതിച്ചു. ഞങ്ങൾ മനസ്സിലാക്കിയ ഖുർആനും നിങ്ങൾ മനസ്സിലാക്കിയ ഖുർആനും 2ആണ്. ഈ സംശയം വേണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരൻ നാസർ ഫൈസി പറഞ്ഞു, ഫാത്തിഹയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ടില്ല. അതിൽ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞ്. അത് ചുരുങ്ങിയത് ഒരു 10-20 ക്ലാസ് ഉണ്ടാവും. അതിലൊറ്റ ക്ലാസ്സേ കണ്ടുള്ളൂ. അതിനി വരാൻ കിടക്കുകയാണ്. ഇപ്പോഴും അസ്മായിലെ ഇത്തിഫാഖ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും പൂർത്തിയായിട്ടില്ല. അസ്മായിനെയും ബാക്കി കിടക്കുക. ബിസ്മി തുടങ്ങിയിട്ടില്ല. എന്തിൽ? ഫാത്തിഹ മുഴുവനും മദ്ഹ് റസൂലില്ല. മൊത്തം മദ്ഹ് റസൂലില്ല. വളരെ ചിന്തിക്കണം. മനസ്സിലായില്ലേ പറഞ്ഞത്? ദിക്ർ കൽപ്പിച്ചു. യാ ബനി ഇസ്രായീല ഉൽഖുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും. അതവർ ചെയ്തില്ല മഗ്ലൂബി അലൈഹിമായി, അവരത് ചെയ്തില്ല ളാലിനായി. നമ്മളത് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അല്ലദീന അൻഅംത അലൈഹിമായി, അവരെ വഴി വേറെ, നമ്മളെ വഴി വേറെ. അവരെ വഴി നമ്മൾ പോകൂല. എന്തുകൊണ്ട്? അവർ നന്ദി കെട്ടവരാണ്, നമ്മൾ നന്ദിയുള്ളവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പോയിന്റ് നമ്പർ 2. ഇനി ഒന്നുകൂടി ഇങ്ങോട്ട് വരി. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയിൽ നബിയെ സ്വീകരിക്കണമെങ്കിൽ ഇതാ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ സമഉം ബസറും നോക്കിയാൽ കുറഞ്ഞ ആളുകൾക്ക് എന്തിലൂടെ കിട്ടൂ? ബസറിലൂടെ കിട്ടും. അതുകൊണ്ടാണ് ഖുർആൻ സമഉം ബസറും പറയുന്നിടത്ത് മുഴുവനും സമഇനെ മുന്തിക്കും. ഫജഅൽനാഹു ബസീറൻ സമീഅൻ ആയത്തില്ല. ഫജഅൽനാഹു സമീഅൻ ബസീറാ.
സത്യത്തിൽ ലദ്ദത്ത് കൂടുക ബസറിലൂടെ കിട്ടുമ്പോഴാ. പക്ഷെ അത് കുറഞ്ഞ ആൾക്ക് കിട്ടും. കാലം ഒന്നാകണം, സ്ഥലം ഒന്നാകണം. സ്ഥലം ഒന്നാക്കാൻ നോക്കാം തൗഫീഖ് ഉണ്ടെങ്കിൽ. എന്നാൽ ചിലപ്പോൾ തൗഫീഖ് കിട്ടൂല. അങ്ങനെയുണ്ട്. കാലം ഒന്നാണ്, സ്ഥലം രണ്ടായി. ഉവൈസിന് കിട്ടിയില്ല. അങ്ങനെ തന്നെയല്ലേ? കൊൽബ അങ്ങോട്ട് കേട്ടി. നേരം വെളുത്താൽ കറനങ്ങാടിയിൽ നിന്ന് വരും. മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? മദീനയിൽ നിന്ന് വന്നവരുണ്ടോ? എന്തിങ്ങനെ കറനങ്ങാടിയിൽ ഇറങ്ങി ചോദിക്കും. അത് ഒരാൾ പറയുകയാണ്, ഞാൻ മദീനയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ആ കണ്ണിന്റെ ഇടയിൽ ചുംബിക്കുമായിരുന്നു സയ്യിദുനാ ഉവൈസ്. ഈ ഉവൈസാണ് ഏറ്റവും വലിയ നേതാവെന്ന് ലോകം കണ്ട രണ്ടാം ശാഫിഈയായ മഹാനായ യഹ്യ ഇബ്നു ശറഫ് അൻ-നവവി. മനസ്സിലായോ പറഞ്ഞത്? കണ്ടു ചെവി കേട്ടു. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണിന് ആ ഭാഗ്യം ഉണ്ടായില്ല. അപ്പോ ഈ ചുണ്ടുകൊണ്ട് എന്ത് ചെയ്യും? ആ കണ്ണിനെ ചുംബിക്കും. ആര് പറ? ഉറക്കെ പറ. സയ്യിദ്നാ ഉവൈസ്. ഇവിടെ ഒരു കണ്ണുണ്ട്, ഇവിടെ ഇതിലൂടെ ഒരു കണ്ണിട്ട് വരും. ഇതിലൂടെ അത് കേട്ടപ്പോൾ ഒരു കണ്ണുണ്ടാവും. എന്താണ് കുട്ടി മൗലിദ് ചെയ്തത്? ഹൃദയത്തിന്റെ കണ്ണിൽ മുത്തുനബിയെ നിറക്കുക. നബിയുടെ കൈയും കാലും കണ്ണും മൂക്കും അവയവങ്ങളും നടത്തങ്ങൾ പോലും ഹറക്കാത്ത് സക്കനാത്ത് എല്ലാം ചെവിയിലൂടെ കൽബിലെ കണ്ണ് നിറച്ചു. നമുക്ക് തൗഫീഖ് തരട്ടെ. എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ പറയും, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ശരി. ഇനി രണ്ടാമത്തൊരു കാര്യം, അല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ പേര് റഹ്മത്ത് എന്നാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകണം കേട്ടോ. പോയിന്റ് നമ്പർ 2, രണ്ടാമത്തെ പാരഗ്രാഫാണ് ഇപ്പോൾ പറയാൻ പോണത്. ഒന്നാമത്തെ പാരഗ്രാഫിൽ മദ്ഹസന അല്ലാത്ത പരിഹാരമില്ല. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരിക. മുസ്തഫ നബിക്ക് അല്ലാഹു നൽകിയ പേരെന്താ? റഹ്മത്ത. ഈ റഹ്മത്തിനെ റഹ്മത്തിൽ ചെയ്യുക എന്നത് മാത്രമാണ് എന്നത് ഖാലിഖിന്റെ പണിയും, അനുഭവിക്കുക, അനുഭവിച്ചത് പറയുക എന്നത് സൃഷ്ടിയുടെ പണിയാണ്. അല്ലാതെ റഹ്മത്തിൽ സൃഷ്ടിക്ക് വേറൊന്നുമില്ല. റഹ്മത്തിൽ സൃഷ്ടിക്ക് ചെയ്യാനില്ല. പഠിച്ചോനെ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ പഠിച്ചോനെ. മനസ്സിലായില്ല? റഹ്മത്ത് എന്ന സാധനത്തിൽ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമാക്കിയ അബ്ദിനുമായുള്ള അള്ളാന്റെ ഏറ്റവും വലിയ ബന്ധമാണ് എന്ത്? റഹ്മത്ത്. റഹ്മത്തി വസിഅത്ത് കുല്ല ഷൈ. നല്ലോണം ചിന്തിക്കണം. റഹ്മത്തില് അബ്ദിനൊന്നും ചെയ്യാനില്ല. റഹ്മത്ത് അല്ലാഹു ചെയ്യുന്നു. അബ്ദോ പറ, അബ്ദ് അനുഭവിക്കാം. പിന്നെ അനുഭവിച്ചതിനെ പറ, എടുത്തു പറയാം. അതുകൊണ്ട് റഹ്മത്തിനൊരു പ്രശ്നമുണ്ട്. റഹ്മത്ത് അബ്ദിനെത്തുമ്പോൾ തക്റാറുണ്ടാവും. അതുകൊണ്ടാണ് ഫാത്തിഹയിൽ റഹ്മത്തിനെ തക്റാർ ചെയ്തത്. അള്ളാഹ് 2 വട്ടം, റഹ്മത്ത് 4 വട്ടം. റഹ്മത്ത് ആരാ? മുഹമ്മദ് മുസ്തഫ. അപ്പോഴും ദിക്ർ വേണ്ടി വരും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. വളരെ ചിന്തിക്കണം. മനസ്സിലായില്ല? റഹ്മത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അല്ലാഹു നിങ്ങൾക്ക് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, റഹ്മത്തായി തന്നു മുഹമ്മദ് മുസ്തഫ. അല്ലാഹു റഹ്മത്താക്കി ആരെ? പുണ്യ മുഹമ്മദ് മുസ്തഫയെ. റഹ്മത്താവുക. റഹ്മത്ത് ആര് നൽകി? പറ, ആര് നൽകി? അല്ലാഹു നൽകി. ഇനി അടിമക്ക് 2 കാര്യം റഹ്മത്തിലുള്ളൂ. ഒന്ന്, റഹ്മത്ത് കിട്ടിയാൽ അടിമാത് അനുഭവിക്കാം. പിന്നെ
പിന്നെ ആ അനുഭവം കൊണ്ട് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഇവർ ഉറപ്പില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്തു. അതുകൊണ്ട് റഹ്മത്ത് അബ്ദിലെത്തിയാൽ ആവർത്തിക്കണം. എന്തുകൊണ്ട്? അത് ശുക്റാണ്. കാരണം റഹ്മത്ത് അവൻ്റേതല്ല, ആരുടേതാണ്? ഒന്ന് ഫരി മനുഷ്യന്മാരെ, റഹ്മത്ത് ആരുടേതാണ്? അല്ലാഹു. പിന്നെ റഹ്മത്തിന്റെ ശുക്റാണ് എന്ത്? റഹ്മത്ത് ഇങ്ങനെ ചെയ്തു ചെയ്തു. ആര് ചെയ്തു? അള്ളാഹ് ചെയ്തു. വീണ്ടും 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 അള്ളാഹു ഒരു തവണ റഹ്മത്ത് ചെയ്താൽ അടിമ റഹ്മത്ത് പിന്നെ പിന്നെ പറയും. അപ്പൊ അടിമയിലെത്തിയാൽ റഹ്മത്തിന്റെ തെക്റാറാ. അതുകൊണ്ട് റഹ്മത്ത് എന്ന പദം ഫാത്തിഹയിൽ ഏറ്റവും അധികരിച്ചു വന്ന പദമായത്. ഫാത്തിഹയിൽ അള്ളാഹു എന്ന പദം പോലും 2 തവണ, റഹ്മത്ത് 4 തവണ. അൽഹംദുലില്ലാ മുതലാണ് ഞാൻ ചെല്ലുന്നത്, ഞാൻ ഹനഫിയാണ്, ആയിക്കോട്ടെ, അള്ളാഹ് 1 തവണ, റഹ്മത്ത് 2 തവണ. അതിൻ്റെ കൂടെ അല്ല. ഒരാൾ പറയാണ് ഞാൻ ഹനഫിയാണ്, ആയിക്കോട്ടെ, ഞാൻ ഹനഫി ആയിക്കോ, ഒരു കുഴപ്പമില്ല. അതൊക്കെ നമ്മളെ ബലൻ്റെ ഉള്ളിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒന്നാ. മെമ്പർഷിപ്പ് എടുക്കാതെ പുറത്തു കൂടെ നടന്നുകൊണ്ട് കാര്യമല്ല. പുറത്ത് മാഷ എല്ലി കൊടുക്കുന്നത് പുറത്തുനിന്ന് കേട്ടെഴുതുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ പരീക്ഷയ്ക്ക് ഇടാൻ പറ്റൂല. എന്തുകൊണ്ട്? നമ്മൾ പഠിക്കൊന്നും വേണ്ട. മെമ്പർഷിപ്പ് ഉള്ളിൽ ലെഡ്ജറിൽ പേരുണ്ടോ? ഉറക്കം തോന്നിയോനും തൂങ്ങിയോനും എവിടെ കയറാം? പരീക്ഷ ഹാളിൽ കയറാം. മറ്റൊന്ന് നല്ല ബ്രില്യൻ്റായി പഠിച്ചിട്ടുണ്ട്, പക്ഷെ എന്തില്ല, മെമ്പർഷിപ്പില്ല, കാര്യമല്ല. പുറത്ത് പറയണ്ട, സർട്ടിഫിക്കറ്റ് കിട്ടൂല, ജോലിക്ക് അപേക്ഷിക്കാൻ പറ്റൂല, പിരാന്ത് എന്ന് പറയാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ മെമ്പർമാരാക്കി നിലനിർത്തട്ടെ. നല്ലോണം ചിന്തിക്കണം. റഹ്മത്ത് അള്ളാഹു ചെയ്യുക, അടിമയോ അനുഭവിക്കാം. പിന്നെ റഹ്മത്തിൻ്റെ ശുക്റാണ് റഹ്മത്തിനെ എടുത്തു പറയുക. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അയ്യു നിഅമത്തിൻ അഅ്ളമു മിൻ മുഹമ്മദ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി വൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി മൗലായ സ്വല്ലി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ, ഞാൻ നിങ്ങളെ ഒരിക്കലും മറ്റു സമുദായക്കാരെ മറ്റു നബിമാരെ പോലെ ആക്കൂലാന്ന് നബിക്ക് അള്ളാഹു വഅദ് കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ കൂടെ വരണം കേട്ടോ. നബിക്ക് അള്ളാഹു തആല ഒരു വഅദ് കൊടുത്തിട്ടുണ്ട്. എന്ത്? മറ്റു നബിമാരെ പോലെ ഞാൻ നിങ്ങളെ ആക്കൂലാൻ. എങ്ങനെ? മറ്റു നബിമാർ അവരുടെ സമുദായം ആ നബിമാരെ മറന്നു. എന്നാൽ വറഫഅന ലക ദിക്റക, നിങ്ങളുടെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കും, പ്രശംസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യഥാർത്ഥ അള്ളാഹുവിൻ്റെ വഅദ് നടപ്പിലാക്കലാണ് ആരുടെ പണി? സുന്നിയുടെ പണി. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ല? വറഫഅന ലക ദിക്റക. ഇതാർക്കില്ല? ഒരു നബിക്കും ഇല്ല. ഒരു നബിക്കും അള്ളാഹു നൽകിയില്ല. വറഫഅന ലക ദിക്റക അങ്ങയുടെ ദിക്റിനെ നമ്മൾ ഉയർത്തുമെന്നാ പറഞ്ഞത്. അപ്പോൾ ദിക്റിന് പ്രത്യേകതയുണ്ട്. ദിക്ർ ഉയരുകയാണെങ്കിൽ ദാക്കിറും ഉയരും. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അത്തിരെ ഉള്ളോവർ. ദിക്ർ ഉയർന്നാൽ ദാക്കിർ ഉയരും. തെളിവ് പറഞ്ഞുതരാ. അബൂദറിനെ കണ്ടപ്പോൾ മുസ്തഫ നബിയോട് മഹാനായ ജിബ്രീൽ പറഞ്ഞു, അല്ല അബൂദറല്ലേ വന്നത്. അപ്പോൾ മുത്തുനബി ചോദിച്ചു, അവതഅരിഫുഹു യാ ജിബ്രീൽ, നിങ്ങൾ അബൂദറിനെ അറിയുമോ? അപ്പോൾ ജിബ്രീൽ പറയാ, ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു മിൻകും. കോഹിൽ മസല, ഹുവ അശ്ഹറു ഇൻദനാ മിൻഹു മിൻകും. നിങ്ങളുടെ നാട്ടിനേക്കാൾ ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം മഷ്ഹൂറാണ്. എന്ത്? ലിഅന്നഹു ദാക്കിർ, സദാസമയവും ദാക്കിറാണ് അദ്ദേഹം. ദാക്കിറാണ്. ബികസറത്തി ഖിറാഅതിഹി ഖുൽ ഹുവല്ലാഹു അഹദ്, എപ്പോഴും ദാക്കിറാണ്. ആര്? അബൂദർ. ദിക്ർ മർഫൂ ആയാൽ ദാക്കിറും
മർഫൂആവും വറഫഅന ലക ദിക്റക മുഹിബ്ബ് മർഫൂആയിരിക്കും. എന്തുകൊണ്ട്? ഹുബ്ബ് മർഫൂആണ്, ദിക്ർ മർഫൂആണ്. അപ്പോൾ ദാക്കിറും പറ മർഫൂആണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. ശരി, ഇനി നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിഅമത്ത് ഓർത്തുകൂടായിരുന്നോ എന്ന് നമ്മളോട് പറഞ്ഞില്ല. എന്നാലും നമ്മളെ കൂട്ടത്തിൽ അന്തംഗമ്മികൾ ഉണ്ടാകാം. അതുകൊണ്ട് അല്ലാഹു തആല തംബീഹാക്കി. സത്യത്തിൽ മുൻഇമ് നിഅമത്തിനെ പറയേണ്ടതില്ല. എന്തുകൊണ്ട്? നിഅമത്തിനെ കണ്ടെത്തേണ്ടത് മുൻഇമ് അലൈഹിയുടെ ബാധ്യതയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല? ഞങ്ങൾക്കൊരു 10,000 റുപ്യ തന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ നാസർ ഫൈസിക്ക് ഒരു അത്യാവശ്യത്തിന് 10,000 റുപ്യ കൊടുത്തു എന്ന് സങ്കല്പിക്കുക. എൻ്റെ ഒരു ആവശ്യം മൂപ്പർക്ക് ഉണ്ടാവില്ല, പിന്നെ ഇങ്ങോട്ട് ആവശ്യം ഉണ്ടാവില്ല. ഞാൻ നാസർ ഫൈസിക്ക് ഒരു 10,000 റുപ്യ കൊടുത്തു എന്ന് സങ്കല്പിക്കാം. മനസ്സിലായി? അങ്ങനെയായാൽ മൂപ്പര ബാധ്യതയാണ് എന്ത്? കാസിമി, ഞാൻ മറന്നിട്ടില്ല കേട്ടോ, നിങ്ങൾ നമ്മളെ കുടുങ്ങി കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇത് പറയേണ്ടത് സത്യത്തിൽ ആരെ ബാധ്യത? ഇയാളെ ബാധ്യത. എന്നാൽ ചിലപ്പോ നാസർ ഫൈസി അത് പറയാം. ചിലപ്പോ ചില ആളുകൾക്ക് അവരെന്ത് ചെയ്യൂല, നിഅമത്ത് ചെയ്തത് അവര് മറക്കും. അപ്പോൾ പിന്നെ മുൻഇമ് അത് ഓർമ്മപ്പെടുത്തൽ 2ാം നമ്പർ പണിയാ. പക്ഷേ ഈ നിഅമത്ത് മറന്നാൽ അവരെ അസ്ലിമാമിന് പൊളിയും. അതുകൊണ്ടാണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ എന്ന് പറഞ്ഞത്. ഇത് അല്ലാഹ് ചെയ്യേണ്ട പണിയല്ല, നമ്മൾ ഒറ്റക്ക് മനസ്സിലാക്കേണ്ടതാ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഇന്നഹു കാന വലൂമൻ ജഹൂലൻ എന്ന അന്തംഗമ്മിയാളല്ലേ. നിങ്ങളിൻ്റെ കൂടെ അല്ല, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? ഞാനത് ചെയ്തില്ലേന്ന് അല്ലാഹ് പറയേണ്ടതില്ല. അത് മനസ്സിലായില്ല. സത്യത്തിൽ അള്ളാഹുവിന്റെ പൊതുരീതി എന്ന് പറഞ്ഞാൽ നാവൂർ അനീഫ പറഞ്ഞ രീതിയാണ്. എന്ത്? ഇവനിടം കൈകേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. അള്ളാഹിനെ എന്നെ ചോദിച്ചു വാങ്ങിക്കോ, ഈ വാങ്ങിയത് അള്ളാഹ് ആരോടും പറയില്ല. നിങ്ങളിന്റെ കൂടെ ഇല്ല. നമ്മൾ വാങ്ങിയ പലരോടും പറയും, അല്ലാഹ് ആരോടും പറയില്ല. ഇറവനിടം കൈയേന്തുങ്കൾ അവനില്ല എന്ന് ചൊല്ലുവതില്ലേ, പെരുമയോടെ കേട്ടുപാറുങ്കൾ അവൻ പൊക്കിഷത്തെ മൂടുവതില്ലേ. അപ്പോൾ അള്ളാഹിന്റെ പൊതു രീതിക്കെതിരാണ് ലഖദ് മന്നല്ലാഹു പറഞ്ഞത്. പക്ഷേ അന്തം വിട്ട ചില മുബ്തദിയങ്ങളൊക്കെ ഈ നാട്ടിൽ പറ ഉണ്ടാവുന്ന ഖാലിഖായ റബ്ബിനെ അറിയാലോ. ഏതെങ്കിലും അവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടും അവരെ കൂട്ടത്തിൽ വല്ലാതെ ബുദ്ധി പണയാൻ വെക്കാത്ത ഒരു സുന്നി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറക്കിയ ആയത്താണ് എന്ത്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം. അന്തം വിട്ടോരെ, ഇത് ഞാൻ പറയേണ്ടതല്ല. എന്നാലും പോന്താ ഇയാളെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മുതലിനെ തന്നില്ലേ. അതതിനെ വേന. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടാ പറഞ്ഞത് മനസ്സിലായോ? തന്നെ അത് തന്നെയാണ്. ഇത് വളരെ താലക്കൂട്ടത്ത് ചിന്തിക്കണം. എന്തായി പറയുന്നത്? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതന്നെയാണ് പറഞ്ഞത്, അതാണ് പറഞ്ഞത്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ കേട്ടോളി, നിങ്ങൾ കേട്ടോളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എൻ്റെ കാറിൽ ഒരു മഞ്ഞ കിതാബുണ്ട്, തഫ്സീറുൽ ബഹറുൽ മദീദ്. ഡ്രൈവറോടൊന്ന് ചോദിച്ചു നോക്കുക, അവിടെ ഉണ്ടാവും തഫ്സീറുൽ ബഹറുൽ മദീദ്. ഒന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറയും. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ്
അലാ ത്വാഹ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു. എന്റെ കൂടെ അങ്ങോട്ട് നോക്ക്, സൂറത്തുൽ അഹ്സാബിൽ നിന്നുള്ള ആയത്ത്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മലക്കുകളും മുത്തുനബിക്ക് സ്വലാത്ത് ഇടുന്നുണ്ട്. അല്ലാഹുവിന്റെ രീതിയിലും മലക്കുകൾ മലക്കുകളുടെ രീതിയിലും. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആളുമാണ്, മലക്കുകളുടെ ആളുമാണ്. നിങ്ങളെ പണിയെടുത്തോളി, രണ്ട് പണി നല്ലതാണ്. നിങ്ങളിന്റെ കൂടെ വരണം, നിങ്ങളിന്റെ കൂടെ വരണം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ മലക്കുകളും നോക്കേ, അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി. അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി. ശരി, ഞാൻ അർത്ഥം കേട്ടോളൂ. സ്വലാത്തുഹു തആല സനാഉഹു അലൈഹി വസ്വലാത്തുൽ മലായികതി ദുആഉഹും അലൈഹി. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു ഇഖ്തദു ബില്ലാഹി വബി മലായികത്തില്ലാഹി ആയി ഫസ്നു അലൈഹി വംദഹു അലൈഹി വദഉ ലഹു. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ എൻ്റെ കൂടെ അല്ല. ഇന്നല്ലാഹ വമലായികതു. ഇവിടെ വേറെ സംഭവം ഉണ്ട്, നിങ്ങൾ കേൾക്കിട്ടാ. ഈ ആയത്ത് പറയുന്നിടത്ത് ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തഫ്സീർ ബഹറുൽ മദീദിൽ പറയുന്നുണ്ട്, ഇത് ആദം നബിയേക്കാൾ അഷ്റഫാണ്. എന്തുകൊണ്ട്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലക്കുകൾ ചെയ്തു കൊടുത്തതിൽ അള്ളാഹു പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല, മനസ്സിലായോ? മലക്കുകൾ ആദം നബിക്ക് എന്ത് ചെയ്ത്? സുജൂദ് കൊടുത്തു. ആര് സുജൂദ് ചെയ്യൂല? പറ, ആരില്ല? ചിന്തിക്കണം. ഇത് മൻസിലത്തൻ റുതുബത്തിൻ ആളമാണ്, ഏറ്റവും വലിയ റുതുബയിലാണ് ആര്? മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? അമറഹും ബിസ്സുജൂദി അലൈഹി വലം യസ്ജുദു ലഹു ലിഅന്നഹു ഹുവല്ലാഹ്. മലക്കുകളോട് പറഞ്ഞു, മലക്കുകളെ നിങ്ങൾ ആദമിന് പറയ് സുജൂദ് ചെയ്യ്. അമറഹും ബിസ്സുജൂദി ലിആദമ വലാകിന്ന മുഹമ്മദൻ ശാറകല്ലാഹു ബിമലായികതിഹി ബിതഅളീമി മുഹമ്മദിൻ. മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ അല്ലാഹും. ഡ്രൈവറെ കാണാല്ലേ? വണ്ടിയില്ല? ഒന്ന് ചോദിച്ചോ. അവർ മഞ്ഞ കിതാബ് തഫ്സീർ ബഹറുൽ മദീദ് നിങ്ങൾ നോക്കി. അതിന് ബേജാറാവണ്ടട്ടാ, ബേജാറാവണ്ട. കിതാബില്ലെങ്കിൽ ബേജാറാവണ്ട. മുമ്പ് ബഹുമാനപ്പെട്ട നാട്ടിക മുസ്ലിംസിലേക്ക് കുറിപ്പ് പോയപ്പോഴാണ് ഏറ്റവും ഉഷാറായി പറഞ്ഞു. എല്ലാം ബേജാറാണ്. അള്ളാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹുവിന്റെ ദർജയേറ്റി കൊടുക്കട്ടെ. വളരെ ചിന്തിക്കണം. ഇന്നല്ലാഹ സ്വലാത്ത്. ഈ ആയത്തിനെ ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ബുഖാരി തങ്ങള് സ്വഹീഹുൽ ബുഖാരിയിൽ ബാബു ഖൗലിഹി തആല ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി സ്വഹീഹുൽ ബുഖാരി. അവിടെ ഖാല അബുൽ ആലിയ, എൻ്റെ ശൈഖ് അബുൽ ആലിയ പറഞ്ഞു, സനാഉഹു തആല സ്വലാത്തുഹു തആല സനാഉഹു അലൈഹി ഇൻദൽ മലായിക. മലക്കുകളെ വിളിച്ചുകൂട്ടി അല്ലാഹു മുത്തുനബിയെ പുകഴ്ത്തി പറയലാണ്. എന്ത്? അല്ലാഹുവിന്റെ സ്വലാത്ത്. വസ്വലാത്തുൽ മലായികതി ദുആഉഹും ലഹു. മലക്കുകളുടെ സ്വലാത്ത് എന്നാൽ മുത്തുനബിക്ക് വേണ്ടിയുള്ള ദുആയുമാണ്. ഫഖ്തദു ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന ഫഖ്തദു ബില്ലാഹി വബിമലായികതി ഐ വംദഹൂഹു വദഉ ലഹു. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ബാങ്ക് കൊടുത്തു.
اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته. നോക്ക് وابعثه മനസ്സിലായില്ലേ പറഞ്ഞത്? وابعثه مقام دعاء وابعثه مقاما محمودا دعاء شاركنا بالملائكة മലക്കളോട് കൂടി എന്തില് ദുആയില്. എന്നാൽ സനായിൽ കൂടണല്ലോ, സനായിൽ കൂടെ وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء فإن أبي ووالدتي وعرضي لعرض محمد منكم وقاء. ആരാ ചൊല്ലിയത്? ഹസ്സാൻ ബിൻ റാബിത്ത്. അപ്പൊ രണ്ടിൽ മുഷാറക്കത്ത് ഉണ്ടായി. എന്തില്? അള്ളാഹുവിനോട് പങ്കാളിയായി. എന്തില്? അള്ളാന്റെ ദുആയല്ല പിന്നെന്താ? എന്നിട്ട് വാ അള്ളാന്റെ പണി എന്താ? സനാഉഹു തആല പുകഴ്ത്തി പറയാ. മലക്കളുടെ പണി എന്താ? ദുആർക്ക. മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് രണ്ടും വേണം. എന്തുകൊണ്ട്? വഅൻതും അഹ്ലുല്ലാഹി വഅഹ്ലു മലായികതി. നിങ്ങൾ അള്ളാന്റെ അഹ്ലുമാണ്, അള്ളാന്റെ മലക്കളുടെ അഹ്ലുമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ രണ്ട് കാര്യം ചെയ്യണമെന്ന് ഉത്സാരം. ഇത് ഇബ്നുൽ ഖയ്യിമും പറയുന്നുണ്ട്, ഇബ്നു തൈമിയുടെ ശിഷ്യന്. തഫ്സീർ ഇബ്നുൽ ഖയ്യിം ലാ യകൂനു ഹാദാ ഇല്ലാ ലിസ്സനാഇ അലൈഹി. ഈ പറഞ്ഞ നബിയെ പുകഴ്ത്താൻ വേണ്ടി തന്നെയാണ്. ആര് പറയാ? ഇബ്നു തൈമിയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം. മറ്റൊരു ശിഷ്യൻ ഇതേ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ വൽ മഖ്സൂദു മിൻ ഹാദിഹിൽ ആയ അന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല അഖ്ബറ ഇബാദഹു ബിമൻസിലതി അബ്ദിഹി വ നബിയിഹി ഇൻദഹു ഫിൽ മലഇൽ അഅലാ. ഉന്നത സ്ഥാനങ്ങളിൽ മുഹമ്മദ് നബിക്ക് മഹാദർബാറുകളിൽ എൻ്റെ അടുക്കൽ നബിയുടെ സ്ഥാനം എന്താണെന്ന് അവിടെയുള്ള ദർബാറിലെ ആളുകളെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കലാണ് അല്ലാഹുവിന്റെ ഉദ്ദേശ്യം. പിന്നെ بأنه يثني عليه عند الملائكة المقربين وأن الملائكة تصلي عليه. أمر الله أهل العلم السفلي بالصلاة والتسليم عليه. താഴെയുള്ള ആളുകളോട് നബിക്ക് സ്വലാത്ത് ചെല്ലാൻ അല്ലാഹു തആല കൽപ്പിച്ചു. എന്തിന്? ليجتمع الثناء من أهل العالمين العلوي والسفلي جميعا على محمد. മുകളിൽ നിന്നും താഴെന്നും മുഹമ്മദിന് പ്രശംസ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടി. ആര് പറയാ? ഇബ്നു തൈമിയുടെ ഒരു ശിഷ്യൻ ഇബ്നു കസീർ. ഇതെന്നെ ഹാസിനും പറയുന്നുണ്ട്, ഇതെന്നെ ആര് പറയുന്നുണ്ട്? ഇബ്നുൽ ഖയ്യിം. ഇനി ഷൗക്കാനിയെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാലോ. ഷൗക്കാനി അങ്ങനെ മുസല്ലമായ സുന്നത്യമാറ്റന്റെ ഇമാമൊന്നും അല്ലല്ലോ. ഷൗക്കാനി ദേശം വളമൊക്കെ ഉള്ള കൂട്ടത്തിലും ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ഈ ആയത്തിൽ ഷൗക്കാനി പറയുന്നത്? അമറല്ലാഹു ഇബാദഹു ബിഅൻ യഖ്തദു ബിദാലിക. അല്ലാഹുവിനോടും മലക്കുകളോടും തുടരാൻ ഈ വിഷയത്തിൽ അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ രണ്ട് കാര്യം ചെയ്യുക. മനസ്സിലായില്ലേ? രണ്ടും വേണം. ഒന്ന് മഖാം മഹ്മൂദ് കൊണ്ട് ദുആ ചെയ്യാൻ കൽപ്പിച്ചത് ആരാ? നബി തന്നെ. നബിക്ക് ദുആർക്കാൻ കൽപ്പിക്കാം. ദുആ എന്നത് ഉൾപ്പെടും എന്തില്? സ്വലാത്തിൽ. രണ്ട് ശിക്കുണ്ട്. ഏതാ രണ്ട് ശിക്ക്? ഒന്ന് പറയ്, ഒന്നെന്താ സനാ, ഒന്നെന്താ ദുആ. മലക്കൽ ദുആ, അല്ലാഹു സനാ. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു. നിങ്ങൾ രണ്ടും വേണം. നിങ്ങൾക്ക് സനാവും വേണം. കാന യളഉ മിൻബറൻ ലിഹസ്സാൻ യുഫാഖിറു ويقوم عليه ويفاخر عن رسول الله صلى الله عليه وسلم. يقتدى حسان بربه جل وعلا فأجاز النبي صلى الله عليه وسلم. മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹുവിനോട് തുടരാണ് ഇവിടെ ആര്? ഹസ്സാന്. അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാണ് ആര്? മുത്തുനബി. മനസ്സിലായ പറഞ്ഞത്? എന്തൊക്കെയാ ചെല്ലിയത് ഇനി കേട്ടോളി. നിഷേധിക്കാൻ പറ്റൂല. നിങ്ങൾ കണ്ടോളി. ഇനി മൗലൂദിൽ പലതും ഉണ്ട്. മൗലൂദിൽ എന്താ ഉള്ളതെന്നൊക്കെ സ്വഹാബികളെ മൗലൂദിന്റെ ഉള്ളിൽ അത്രയൊന്നും മങ്കൂസിലില്ല. മനസ്സിലായില്ല? സ്വഹാബികളുടെ മൗലൂദിലുള്ള അത്രയൊന്നും നമ്മളെ മങ്കൂസിൽ ഇല്ല. അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ലഫ്ളേ ഉള്ളൂ. സ്വഹാബികളെ മൗലൂദ് മൊത്തം നമ്മളെ റേഞ്ചിന് അപ്പുറത്താണ് കേട്ടോ.
കേട്ടോ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്താണ് അവരുടെ മദ്ഹ് നിങ്ങൾ ചിന്തിക്കുക. ഹസ്സാന്റെ ചില വരികൾ ചെല്ലാം. متى يبدو في التاج البهيم جبينه يلوح مثل مصباح التاج المتوقد فمن كان أو من قد يكون كأحمد نظام لحق أو نكال لملحد. താഴെ ഇരിക്കുന്നുണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഫതബസ്സമ ളാഹികൻ, നബി ചിരിച്ചുകൊണ്ടിരിക്കുക. എന്താ ചെല്ലുന്നത്? فمن كان متى يبدو في التاج البهيم جبينه يلوح مثل مصباح تاج المتوقد متى يبدو في التاج البهيم جبينه. അവിടുത്തെ നെറ്റിത്തടം, അവിടുത്തെ മുഖം, അവിടുത്തെ പരിശുദ്ധമായ വദനമുണ്ടല്ലോ, ആ വദനം ഇരുളടഞ്ഞ കറുകറുത്ത ഇരുട്ടിൽ പോലും തെളിഞ്ഞു കാണുമല്ലോ. അങ്ങനെ പാടില്ല ഹസ്സാനെ എന്ന് മുത്തുനബി പറഞ്ഞില്ല. ഇതാണ് ഇന്ന ബൈതൻ കിനൂഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ ഫമൻ കാന മതാ യബ്ദു ഫിദ്ദാജിൽ ബഹീമി. താജ് എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി, ബഹീം കറുകറുത്ത രാത്രി. متى يبدو في التاج البهيم جبينه يلوح مثل مصباح التاج المتوقد. കൂരി ഇരുട്ടിൽ കത്തിച്ചു പിടിച്ച വിളക്ക് പോലെ ഉണ്ടാവും മുത്തുനബിയുടെ നെറ്റിത്തളം, അവിടുത്തെ വദനം. സുബ്ഹാനല്ലാഹ്, മനസ്സിലായി? ഇന്ന ബൈതൻ ലൈസ മുഹ്താജൻ ഇലാ സുറുജി. അവിടെ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല. ആരാ പറയുന്നത്? ഹസ്സാന്. ആരാ തലയാട്ടുന്നത്? മുഹമ്മദ് മുസ്തഫ. വഹാബി, നിനക്ക് പണി നോക്കാം, നിനക്ക് പണി നോക്കാം. ഇതൊക്കെ പറഞ്ഞു കേട്ട് ഞങ്ങൾ ഈ പണി നിർത്തിയിരുന്നെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിനെ ഇവിടെ കുളം തോണ്ടുമായിരുന്നു. എന്താണ് ഇവിടെ ഉലമാ ചെയ്തത് എന്ന് ചിന്തിക്കണം. ഉലമാ ഇല്ലാത്ത കാലഘട്ടത്തിൽ, പണവും സൗകര്യവും ഇല്ലാത്ത കാലഘട്ടത്തിൽ, കിതാബ് വേണ്ടത്ര ലഭിക്കാത്ത കാലത്ത്, അന്ന് ഇവിടെ ബഹറുൽ മദീൻ എന്ന കിതാബൊന്നും കിട്ടൂല. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് നെറ്റ് അടിച്ചാൽ ആയിരക്കണക്കായ കിതാബ് കിട്ടും. മക്തബത്ത് ഷാമിലെ പോലെയുള്ള PDF-ലേക്ക് കയറിയാൽ 70,000 ലക്ഷം കിതാബ് നമുക്ക് കിട്ടും. എന്നാൽ നമ്മളെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾക്ക് അവരെ ഹൃദയത്തിന്റെ കിതാബല്ലാതെ വല്ലാത്ത കിതാബൊന്നും അവർക്ക് കിട്ടുകയില്ല. നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് ആയുധമില്ലാതെ അവർ സമരം ചെയ്തു. ഇന്ന് നമ്മൾ ആയുധമുണ്ടായിട്ടും സമരം ചെയ്യാൻ തയ്യാറല്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ചിന്തിക്ക്. മക കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മതി. ആ രണ്ട് ബോക്സ് ഓഫാക്കിയ പോരെ? ആ രണ്ട് ബോക്സ് പുറത്തേക്കുള്ളത് ഓഫാക്കിയ പോരെ? ഇവിടെ ഒന്നും കിട്ടണില്ല, ഒന്നും കേൾക്കണില്ല. വെറുതെ മിണ്ടാതിരിക്കണം എന്തിനാ? فمن كان ومن قد يكون كأحمد نظام لحق أو نكال لملحد. ഇങ്ങനെ ഒരു കുട്ടി ദുനിയാവിൽ ആരാണ് ഉണ്ടാവുക? ആരാണ് ഉണ്ടായത്? മങ്കലിയ കുഞ്ഞാര ഉണ്ടാവുക കഅഹ്മദ മുത്തുനബിയെ പോലെ. നിളാമുൽ ഹഖിന്, ഹക്കിന്റെ സംസ്ഥാപനമാണ് മുത്തുനബി എന്നാൽ. ഹക്കിന്റെ സംസ്ഥാപനമാണ്. സത്യനിഷേധിയുടെ അന്ത്യവുമാണ്. ഒന്നിരിക്കൽ സത്യത്തിന്റെ സംസ്ഥാപനമാണ്, അല്ലെങ്കിൽ സത്യനിഷേധിയുടെ അന്ത്യമാണ്. ആര്? മുഹമ്മദ് മുസ്തഫ. ആരാ മിമ്പറുണ്ടാക്കിയത്? മുഹമ്മദ് മുസ്തഫ.
ആരാ ഇത് പാടുന്നത്? സയ്യിദുനാ ഹസ്സാൻ. ആരാ താഴെ ഇരിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ. ശരി, കേട്ടോ വേറൊരു വരി. ലഹു ഹിമമുൻ ലാ മുൻതഹാ ലികിബാരിഹാ വഹിമ്മാതുഹു സ്സൂറ അജല്ലു മിനദ്ദഹരി ലഹു റാഹത്തുൻ ലൗ അന്ന മിഅ്ശാര ജൂദിഹാ അലൽ ബർരി കാനൽ ബറു അൻദാ മിനൽ ബഹരി. നമ്മൾ അൽഫിയന്റെ താഴെ കണ്ടത് ഇല്ലേ? പറയും മനുഷ്യന്മാരെ ഉണ്ട്. അൽഫിയന്റെ താഴെ ഷെയർബത്തിലുണ്ട്. പക്ഷെ ഇത് ഹസ്സാൻ ബിൻ സാബിത്തിന്റെ ബൈത്താ. മിമ്പറിന്റെ താഴെ ഇരിക്കാണ് ആര്? മുത്തു മുഹമ്മദ്. അവിടുത്തെ മനക്കരുത്തില على البر كان البر أندى من البحر صلاة وتسليم സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണം, എത്ര ബൈത്താണ് അങ്ങനെ, എത്ര ബൈത്ത്. മരിച്ചിട്ടും ചെല്ലുന്നുണ്ട് ഹസ്സാന്. മരിച്ചിട്ട് ഹബീബിനെ പ്രശംസിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. മരിച്ചിട്ട് ഹബീബിനെ പ്രശംസിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് ഉമർ ബിൻ ഖത്താബ്. ഹസ്സാൻ മരിച്ചിട്ട് ചെല്ലുന്നത് നിങ്ങൾ കേട്ടോട് ചിന്തിക്കണം. والله ما حملت أنثى ولا وضعت مثل النبي رسول للأمة الهادي مولاي صل وسلم ولا مشى فوق الأرض من أحد أوفى بذمة جار أو بميعاد مولاي صل وسلم من الذي كان نورا يستضاء به مبارك الأمر ذا حزم وإرشاد مولاي صل وسلم മരിച്ചിട്ട് വഫാത്തായിട്ട് ഹബീബ് വഫാത്തായിട്ട് ബൈത്ത് ചൊല്ലുന്നുണ്ട്. വഫാത്തിന്റെ ശേഷം പ്രശംസിക്കുക. എന്താ പറയുന്നത്? വല്ലാഹി മാ ഹമലത് ഉൻസാ വലാ വളഅത്. ഒരു പെണ്ണും ഗർഭം ധരിച്ചിട്ടുമില്ല, ഒരു പെണ്ണും പ്രസവിച്ചിട്ടുമില്ല. മിസ്ലൻ നബി റസൂൽ ലിൽഉമ്മത്തിൽ ഹാദി. ഇങ്ങനത്തെ റസൂലിനെ ഒരു പെണ്ണ് ഗർഭം ധരിച്ചിട്ടില്ല, ഒട്ട് പ്രസവിച്ചിട്ടില്ല. ആരാ ചെല്ലുന്നത്? പറയേ. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇതിന് സമാനമാണ്, ഇത് ഈ പറഞ്ഞതിന് സമാനമാണ് മങ്കൂസിലെ രണ്ടാമത്തെ ബൈത്ത്. രണ്ടാമത്തെ ബൈത്ത് എന്താ ചൊല്ലി? الحبيب سيد المتعبد والنور من وجناته يتوقد جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد هذا الذي خلعت عليه ملابس ونفائس فنظير لا يوجد يا رب صل على النبي. നിമിഷകവിയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ. അബ്ദുള്ള പാട്ട് പാടിയപ്പോ മുത്തുനബി കേട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞത് എന്താ പാട്ട്? മുന്നിൽ മുത്തുനബി എന്താ ഇവിടെ ചെയ്യുന്നത്? അബ്ദുല്ലാഹി റബാഹിം ഹസ്സാനും ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? സനാ കൊണ്ട് മുത്തുനബിയെ പുകഴ്ത്തിയത് ആദ്യം ആരെന്നെയാണ്? ഖാലിഖായ റബ്ബാണ്. അതിന്റെ ഇഖ്തിദാണ് ഇവിടെ ആര് ചെയ്യുന്നത്? ഹസ്സാനും അബ്ദുല്ലാഹി റബാഹിയും ഒക്കെ. ഒരുപാടാളുണ്ട്. സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട് റളിയല്ലാഹു അൻഹു. എന്നും ഏത് കാലത്തും നമ്മളും ഏത് കാലത്തും. ഞാൻ ഇന്നലെ മൗലിദ് ഓതിയിട്ടുണ്ട്, ഇന്നും ഇനി ഓടും. മിഞ്ഞാൻ തോന്നിയിട്ടുണ്ട്. ഇത് റബീഉൽ അവ്വലാണോ? ആണോ? അല്ല. മുഹറമിൽ മൗലിദ് ഓതിയിട്ടില്ലേ? മുഹറമിൽ നിങ്ങൾ ആരും മൗലിദ് ഓതിയിട്ടില്ലേ? ദുൽഹജ്ജിൽ ഓതിയിട്ടില്ലേ? ദുൽഖഅദയിൽ ഓതിയിട്ടില്ലേ? റമളാൻ ഓതിയിട്ടില്ലേ? പറയും മനുഷ്യന്മാരെ, ഞമ്മക്ക് എന്ത് കാലമുള്ളത്? ഏത് കാലത്തോടും എന്നോടും എന്നും. എന്താണ് അത്? കോമൺ സെൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം. കാരണം പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണല്ലോ എന്ത്? ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ.
മകനോട് പറയും, റമദാൻ മാസല്ലേ കുഞ്ഞു മുഹമ്മദേ, ഒന്ന് ഓതിയൊക്കെ കുഞ്ഞു മുഹമ്മദേ. റമദാനിലും കുഞ്ഞു മുഹമ്മദ് ഓതിയിട്ടില്ലെങ്കിൽ കുഞ്ഞു മുഹമ്മദിന്റെ കഥ പോക്കണായിട്ട് വേണം. എന്നാ ഖുർആൻ റമദാനിൽ മാത്രം ഓതേണ്ടതാണോ? പറയും മനുഷ്യന്മാരെ, എന്നും ഓതേണ്ടതാണ്. റമദാനിലെങ്കിലും ഒന്നോത് കുഞ്ഞു മുഹമ്മദേ. കുഞ്ഞു മുഹമ്മദ് അങ്ങനെ തിരിഞ്ഞു കളിക്കും. മനസ്സിലായോ പറഞ്ഞത് തന്നെ? നമ്മളോ എന്നും ചൊല്ലും മുത്തുനബിയെ പറ്റി. റബീഉൽ അവ്വലോ ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ആണെങ്കിൽ അല്ലാഹു ഈ റഹ്മത്ത് എന്ന ഒന്നാമത്തെ റഹ്മത്ത് ഖുർആനല്ല. ഒന്നാമത്തെ റഹ്മത്ത് ഖുർആനല്ല, അത് അച്ചടിപ്പേശകല്ല. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് അൻസല ഫീഹിം കിതാബൻ എന്നല്ല, ഇദ് ബഅസ ഫീഹിം റസൂലൻ യത്ലു അലൈഹിം ആയാതിഹി. അല്ലാഹ് ചെയ്ത വലിയ അനുഗ്രഹം നബിയെ തന്നത്. നബി ചെയ്ത അനുഗ്രഹം ഖുർആൻ ഓതി തന്നത്. അത് നബി ചെയ്ത അനുഗ്രഹം, അല്ലാഹ് ചെയ്ത അനുഗ്രഹമല്ല. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, ഫലത്തിൽ അല്ലാഹ് തന്നെ. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. നോക്ക് നോക്ക് നോക്ക്, ഫായിലിനെ നോക്ക്, ഫായിൽ നോക്ക്. ലഖദ് മന്നല്ലാഹു, മന്നന്റെ ഫായിൽ ആരാ? അല്ലാഹു അല്ലേ? ആ അല്ലാഹു ചെയ്ത മിന്നത്തിൽ ഏറ്റവും വലുതെന്താ? ഇത് ബഅസ ഫീഹിം റസൂല. പിന്നെ യത്ലു ആരാ ഫായിൽ? റസൂൽ അലൈഹിം ആയാതി. അപ്പൊ യത്ലുവിന്റെ ഫായിൽ റസൂല്, ബഅസന്റെ ഫായിൽ അല്ലാഹു. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, നിങ്ങൾ ഇവിടെ ഇല്ല. പഠിക്ക്. മനസ്സിലായില്ല? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന. അല്ലാഹു തആല, ഇത് പച്ച മലയാളം പോലത്തെ അറബി അല്ലേ? ഉംറ വിസക്കാർക്ക് വരെ തിരിയോലോ. ഇതെങ്ങനെ വഹാബിക്ക് മാത്രം തിരിയാഞ്ഞു? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹം എന്താണ്? ഇത് ബഅസ ഫീഹിം റസൂലൻ. ഇനി നബി എന്താ ഇത്? യത്ലു അലൈഹിം, നബി അവർക്ക് ഖുർആൻ ഓതി കൊടുത്തു. അല്ലാഹ് ചെയ്തത് നബിയെ തന്നു, നബി തന്നത് ഖുർആൻ ഓതി തന്നു. അങ്ങനെയാണ് അല്ലാഹ് എങ്ങനെ പറ ഫായിൽ പറ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ. റസൂലിനെ തന്നതാണ് അല്ലാഹ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം. ഇനി റസൂൽ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അത് റസൂലിന്റെ അനുഗ്രഹം. എന്റെ ഇത് റസൂലിന്റെ ഓൺ ബുക്കാണത്, നമ്മളെ കിതാബല്ല. കൊടുക്കും ചെയ്യാ, കൊടുക്കാതിരിക്കും ചെയ്യാ. വൈൻ കൊണ്ടു ഫീ റൈബിൻ മിമ്മാ. നിങ്ങൾ എൻ്റെ കൂടെ അല്ല, സ്വന്തം കീശിലിട്ടടക്കാം. സ്വന്തം കിതാബാണ്. വൈൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. ഞാൻ എൻ്റെ അബ്ദിന് കൊടുത്ത കിതാബിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പണി നോക്കി, ഞങ്ങൾക്കും തരാന്നല്ല. എന്ത് ഖുർആൻ പറഞ്ഞോടത്തൊക്കെ അബ്ദ് എന്ന് പറഞ്ഞത് അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ ഇബാദിഹി എന്നല്ല, അബ്ദിഹി എന്നാണ്. ഖുർആൻ അല്ലാഹ് കൊടുത്ത നിനക്കും എനിക്കുമല്ല, ആർക്കാ? ഹിസ് ഓൺ ബുക്ക്. മനസ്സിലായോ പറഞ്ഞത്? സ്വന്തം ബുക്കാണ്. എന്ത്? ഇന്റെ കൂടെ വാ, അന്തള്ള വഴിക്ക് ബസ്സിന് പോയാൽ മതി. മനസ്സിലായില്ലേ? വഹാബി കുട്ടികളെ അന്തള്ള നാട്ടിലൂടെ ബസ്സിന് പോകണം, എന്നാലും കുറച്ച് അന്തം വരും. മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്ക്. മനസ്സിലായില്ലേ പറഞ്ഞത്? ചിന്തിക്ക്. നസ്സൽനാ ഇലൈക്കും എന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്ന കിതാബിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറെ തരാന്നല്ല. എന്റെ ദാസന് ഞാൻ കൊടുത്തതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഉണ്ടാക്കി, നിങ്ങൾക്ക് തരാൻ ഒഴിവില്ല. ഞാൻ നിങ്ങൾക്ക് തരൂ, ഞങ്ങൾ പണി നോക്കി. ആദ്യം ഈ കിതാബ് അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ അബുദിനെ അംഗീകരിക്കും. എൻ്റെ അബുദിനെ വസ്വാസം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിതാബൊന്നും തരാൻ പണി എനിക്കില്ല. പണി നോക്കിയോ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി. ഇബാദ് എന്ന് പറയാത്ത ആളാണോ അല്ലാഹു തആല? എല്ലായിടത്തും പറഞ്ഞ ഇബാദ് തന്നെയല്ലേ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന ഇന്ന ഇബാദി ലൈസ ലക അലൈഹി സുൽത്താൻ. ഖുർആൻ പറഞ്ഞിടത്തൊക്കെ അബ്ദ്. അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ
മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത് ഖുർആനല്ല, നിങ്ങളാണ്. ഖുർആനാണെങ്കിൽ ലിയുഖ്രിജന്നാസെ പറയണ്ടേ, ഇത് ലിതുഖ്രിജന്നാസെ. ഇതാ നിങ്ങൾക്ക് കിതാബ് ഒന്ന്, നിങ്ങൾക്ക് എന്തു ചെയ്യാം? ലിതുഖ്രിജന്നാസ, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഖുർആനല്ല, നിങ്ങളുണ്ട്. മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അപ്പൊ ഖുർആൻ നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾക്ക് എന്തു ചെയ്യാം? മനസ്സിലായോ പറഞ്ഞത്? വർത്തമാനം പറയേണ്ട ആവശ്യം. അപ്പൊ മുഹമ്മദ് മുസ്തഫയുടെ സ്വന്തം കിതാബാണ് എന്ത്? ഖുർആൻ. ആ നബി വലിയ അനുഗ്രഹങ്ങൾക്ക് ചെയ്തു. നബി അത് ഒറ്റക്ക് പോയിട്ട് മനസ്സിലായില്ല. ഗൾഫിൽ ഏതെങ്കിലും ഒരു നല്ല വിസ വന്നു, അങ്ങനെ ഒരുത്തിന് വിസന്റെ വിവരം കിട്ടി. എറണാകുളത്ത് പോയാണ്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവനങ്ങനെ പോയപ്പോൾ അയൽവാസി ഇങ്ങനെ ഒരു പണിയില്ലാതെ ഇരിക്കണം ചോദിച്ച്, എവിടെക്കാണ് നടന്നു. പിന്നെ വിസ വന്നപ്പോഴും പറഞ്ഞു നടന്നു. മനസ്സിലായില്ല. ഈ അനുഗ്രഹം കിട്ടിയത് കെട്ടിപ്പൂട്ടി വെച്ച് ആര്? ഇവൻ. ഇനി ആരും ഗൾഫിൽ എത്തണ്ടെന്ന് വിചാരിച്ച് അപ്പണി ആരും എടുത്തിട്ടില്ല. പറ മുത്ത് മുഹമ്മദ് കിട്ടിയതൊക്കെ അപ്പ തന്നെ കൊടുത്ത്. അവസാനത്തെ ആയത്ത് മരണക്കിടക്കയില കൊടുത്തത്. ഖബല സലാസി ലയാലിൻ മിൻ വഫാത്തി റസൂലില്ലാഹ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ചിന്തിക്ക്. ഇത് നിങ്ങൾ പറയുന്ന വ്യാഖ്യാനത്തിന്റെ ഉള്ളിലല്ല. മദ്ഹുർ റസൂൽ എന്ന് പറഞ്ഞാൽ അത് വ്യാഖ്യാനത്തിന്റെ പരിധിയിലല്ല. എന്തുകൊണ്ട്? ഇസ്ലാം പൂർത്തിയായിട്ടാണല്ലോ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും എന്ന ആയത്ത് വന്നത്. ഈ ആയത്ത് കഴിഞ്ഞ് ചില്ലറ ദിവസം കഴിഞ്ഞു. പിന്നെ മദീനയിലേക്ക് മുത്തുനബി വന്നു, വഫാത്തായി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് എവിടെ കിട്ടിയത്? അറഫയിൽ ഇസ്ലാം പൂർത്തിയായി. അപ്പോൾ ലഖദ് ജാഅകും എന്ന ആയത്ത് ഇസ്ലാമിന്റെ പുറത്താണ്. ഇന്നെ കണ്ണുറ്റിട്ട് പഠിപ്പിക്കണ്ട. എടുത്തൊരായത്ത് അള്ളണം മറന്നു. പിന്നെ അല്യോമാക്കുമ്പോഴത്തിലൊക്കെ കൊടുത്തിട്ട് പിന്നെ ജിബ്രീലേ ഒരായത്ത് ആട് കൊടുത്തേക്കാൻ മറന്നു. പോട്ട ഈ വഹാബി പൊട്ടന അന്തല്ല. പിന്നെ ഒരു കാര്യം ജിബ്രീലേ പറ്റ മറന്നു. പിന്നെ നബി ആവുമ്പോ ക്ഷമിക്കും. നബിക്ക് പറഞ്ഞൂടാ. ഇതും കൊണ്ട് ജിബ്രീലിന് പറഞ്ഞു വരുമ്പോ ഞാനിപ്പോ ഈ സാധനം ഇത് കഴിഞ്ഞെന്നല്ല വിചാരിച്ച് ഇപ്പൊ എവിടെയാ കൂട്ടിക്കുത്ത. എന്റെ പോട്ടന്മാര് ഇസ്ലാമത്തിന്റെ പോർത്തണങ്ങ എന്ത്? ഇസ്ലാമ പൂർത്തിയായിട്ടാണ് മദ്ഹിന്റെ ആയത്ത് വന്നത്. അതും മദ്ഹ ഭയങ്കരമായിട്ടാണ്. ആയത്തിന്റെ ഗൗരവം നോക്കണം. ലഖദ് ജാഅകും ലഖദ് ജിഅ്തുകും ബിറസൂലിന്നല്ല. അപ്പോൾ അല്ലാഹുവിന്റെ മദ്ഹാവും സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ മദ്ഹ. എന്തുകൊണ്ട്? അയാൾ ഡൗട്ടാക്കണ ഒരു പിന്നീട് വരും. അപ്പൊ അവർക്ക് ഇത് ഞാൻ ചെയ്ത പണിയാണെന്ന് ഓലെ ഖൽബിനെ അടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലഖദ് ജാഅകും, സ്വയം തയ്യാറായി വന്നു റസൂലും മിൻകും. റസൂൽ സ്വയം തയ്യാറായപ്പോൾ ഞാനവിടെ കൊടുത്തു. ഇങ്ങനെ പറയാലോ, ലഖദ് ജിഅ്തുകും ബിറസൂലിൻ, നിങ്ങൾക്ക് ഞാൻ ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു. അങ്ങനെ പറയാലോ, ഞാൻ കൊണ്ടുവന്നു. ഇതെങ്ങനെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ? അപ്പോൾ അത് ആരെ മദ്ഹാവും? അപ്പൊ മുത്തുനബി മജ്ബൂറാവും. ഇത് മദ്ഹാണ്, മദ്ഹ തന്നെ മദ്ഹാണ്. നിങ്ങളിന്റെ കൂടെ ഇല്ല. തിരിച്ചിട്ടൊക്കെ ലഖദ് ജാഅകും റസൂലും എന്ന് പറഞ്ഞാൽ മഹ്ലൻ മദ്ഹാൻ. ആരുടെ? ലഖദ് ജാഅകും, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ തയ്യാറായി ഒരാൾ. അത് പറയാൻ കാരണമുണ്ട്. എന്തുകൊണ്ടറിയോ? കുട്ടിക്കാലം മുതലേ ഈ നാട്ടിലെ തിന്മയോട് യോജിക്കാൻ ഈ മനുഷ്യന് കഴിയാതെ സ്വയം ഉരുകാണ് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഗുഹയിൽ പോയിരിക്കുക, ഈ ജനതയെ ഒന്ന് നന്നാക്കണല്ലോ. അന്ന് അള്ളാഹുവിൻ്റെ വഹയ് വന്നിട്ടില്ല. അപ്പോൾ സ്വയം തയ്യാറായ ആളാണ്. എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ലഖദ് ജാഅകും റസൂൽ മിൻ അൻഫുസികും എന്നാൽ തഅരിഫൂനഹു മിൻ ഹൈസു അബീഹി വമിൻ ഹൈസു ഉമ്മിഹി. ഇയാളങ്ങൾ അറിയും. അതായത് എവിടുന്നോ വന്ന ഒരാൾ കുപ്പായം കെട്ട് ഇങ്ങനെ ഒല്ലിയിട്ടാണ് വന്നാൽ ചിലപ്പോ വലിയ ഒറ്റിപ്പനായിരിക്കും. ഇതങ്ങനെയല്ല. ലഖദ് ജാഅകും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി. ഇവിടെ താജ്യത്തിന്റെ ഭാഗം കൊടുത്തില്ലല്ലോ. എന്തിനാ അവിടെ താജ്യത്തിന്റെ ഭാഗം കൊടുത്തു?
വൈകിയോ ആരെയാണ് നിങ്ങളെ മുഖഭാവം? ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടുന്നില്ല. ലഖദ് ജാഅക്കും അവിടെ തന്റെ ദാസന രാത്രിയുടെ അല്പനേരം കൊണ്ട് ലോകമാകെ ചുറ്റിച്ച് തിരിച്ചെത്തിയവൻ എത്ര പരിശുദ്ധൻ. അവിടെ അള്ളാന്റെ വൽപ്പാണ് പറഞ്ഞത്. എന്തുകൊണ്ട് നബിക്ക് അതിന് കഴിയില്ല എന്ന് പറയുന്ന വിഡ്ഢികൾ ഉണ്ടാവും. ആ വിഡ്ഢികളെ മറുപടി പറയാൻ കൂടി അവിടെ ഉദ്ദേശമുണ്ട്. ഇവിടെ നബിയെ അവസാനം പ്രസന്റ് ചെയ്യാണ്. ഇതാ ഇസ്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതിന് ഈ മനുഷ്യൻ തയ്യാറായത് കൊണ്ടാണ് ഈ മനുഷ്യനെ ഇത് ഏൽപ്പിച്ചത്. ലഖദ് ജാഅക്കും അല്ലാതെ ലഖദ് ജീഅതുക്കും ബിഹി അല്ല. ലഖദ് ജാഅക്കും ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. പറഞ്ഞുകൊണ്ട് വരുന്ന നിമിഷ കവിയായ അബ്ദുല്ലാഹ് ബിൻ റവാഹ ബൈത്തിലെ മുത്തുനബിയെ പറ്റി എന്താ പറഞ്ഞത്? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ വറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ മാ ഖാല ആഖിഉ. ഈ ബൈത്ത് ചെല്ലുകയാണ് മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ മുന്നിൽ. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാ ഖല്ലകും ഇന്നാ ഖല്ലകും ലാ യഖൂലു റഫദാ. എന്റെ അബ്ദുല്ലാഹ് ബർബാക്ക് പറയുകയല്ല. റസൂലുള്ളാഹിനെ പ്രശംസിച്ച് ചൊല്ലി ആര്? അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എന്ന് പറയേ, റളിയല്ലാഹു അൻഹു എന്ന് പറയേ. കാന മുതിഅൻ ലി റസൂലില്ലാഹ്. മദീന പള്ളിയിൽ എന്ന് പറയാണ് ഹബീബായ നബി. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ മരുഭൂമിയിലൂടെ നടന്നു വരിക, പള്ളിയിലെത്തി അപ്പണിരുന്നു. അത്ര വലിയ മുത്തിയാണ് ആര്? റസൂലുള്ള പറഞ്ഞതിന്റെ അപ്പുറം സെക്കൻഡ് നടക്കൂല. ആര്? അബ്ദുല്ലാഹി. ഭയങ്കര മുത്തിയാണ്. പള്ളി റസൂലുള്ള സദസ്സിനോട് പറയാണ് എന്ത്? അപ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ പള്ളിയിൽ എത്തിയിട്ടില്ല. മസ്ജിദ പുറത്താ. അവിടെ എന്തുകൊണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബി അറാനൽ ഹുദാ. ഹബീബായ നബി ഞങ്ങൾക്ക് ചെയ്ത നേട്ടങ്ങൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഇന്നാ ഖലക്കും ലാ യഖൂലു റഫസാ. ഇതൊരനാവശ്യം പറയുകയല്ല. എന്റെ അബ്ദുള്ള എന്നെ പറ്റി പാടിയത് ഒരിക്കലും അനാവശ്യമല്ല എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ ഇബ്നു സാബിത്തിന് മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞത് എന്താ? റഅയ്തു ജിബ്രീല അൻ യമീനിക നീ എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴെല്ലാം നിന്റെ വലഭാഗത്ത് ജിബ്രീലിനെയും ഇടഭാഗത്ത് മീകായിലിനെയും നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവിടെ ഉണ്ടായതായി നിനക്ക് നല്ല കാര്യങ്ങൾ ചെവിയിൽ ഇട്ട് തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നീട്ടുന്നില്ല. എത്രയോ കിതാബുകൾ കാണാം, എത്രയോ കിതാബ് കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു നാസിറുദ്ദീൻ ദിമശ്ഖിയുടെ ജാമിഉൽ ആസാരി ഫി മൗലിദി ഫിസ്സിയരി മൗലിദിൽ മുഖ്താർ എന്ന ഗ്രന്ഥമാണിത്. അവര് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പല്ലിയ മദ്ഹ് ഗാനങ്ങൾ ആര് പാടിയത്? സയ്യിദ്നാ സിദ്ദീഖ്. ഫുജിഅനാ ബിന്നബി വകാന ഫീനാ ഇമാമ കറാമത്തിൻ നിഅമൽ ഇമാം വകാന ഖിവാമനാ كقوام الرأس منا فنحن اليوم ليس لنا قوام نموت ونشتكي ما قد لقينا ويشكو فقده البلد الحرام. ആരാണ് ഇത് ചൊല്ലിയത്? സിദ്ദീഖുൽ അക്ബർ, പുണ്യ റസൂൽ. വഫാത്തായ ഹബീബായ നബിക്ക് വേണ്ടി മദഹ് ചൊല്ലുകയാണ്. എന്താ പറയുന്നത്? ഫുജിഅനാ ബിന്നബി വകാന ഫീനാ ഇമാമ കറാമത്തിൻ നിഅമൽ ഇമാമു എന്ന് ഞാൻ നീട്ടുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് ചൊല്ലിയത് കേട്ടോളൂ. ആരെ പറ്റി? മുത്തുനബി.
മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറ്റി പറയാണ്. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ്ന ഫാറൂഖ്. ഞാൻ അല്പം ചൊല്ല. وتناثرت منها نجوم نزعوا لما رأيت الناس حد جميعهم صوت ينادي بالنعي المسمع والناس حول نبيهم يدعونه يبكون أعينهم بماء تدمع وسمعت صوتا قبل ذلك حدني. എന്താ സയ്യിദ്ന ഫാറൂഖ് പറയുന്നത്? ലൈസ സമാഉ തഫത്തറത് അക്മാമു, ആകാശം പിളർന്നാൽ എത്ര നന്നായിരുന്നു. വതനാഥറത് മിൻഹാ നുജൂമുൻ നസഉ, ഇതാ വലിയ വലിയ നക്ഷത്ര കൂട്ടങ്ങൾ ഉതിർന്നു വീണാൽ എത്ര നന്നായിരുന്നു. അതിനേക്കാൾ വലിയ നട്ടമല്ലേ ഞങ്ങൾക്ക് പറ്റിയത്? ആര് പറയാ? ആര് പറയാ? ലിഫഖദി റസൂലില്ലാഹ്. ആര്? ബഹുമാനപ്പെട്ട സയ്യിദ്ന ഫാറൂഖ്. എല്ലാരും ഒന്നും രണ്ടും 10 100 എല്ലാ മഹാന്മാരും മഹദികളും ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ. അലാ യാ റസൂലല്ലാഹി കുൻത റജാന വകുൻത ബിനാ ബർറൻ വലം തകു ജാഫിയ ഫിദാഉ റസൂലില്ലാഹി ഉമ്മി വഖാലതി വഅമ്മി വനഫ്സി ഖുസ്റത്തുൻ ഹും സുമ്മ ഖാലിയ ഫലൗ അന്ന റബ്ബൻ നാസി അബഖാക ബൈനനാ സഅദ്നാ വലാകിന്നം ഉനാഖാദ മകാന മാളിയ. എൻ്റെ ബാപ്പാനെ, എൻ്റെ ഉമ്മാനെ, എൻ്റെ ഏളാപ്പാനെ, എൻ്റെ മൂത്താപ്പാനെ, എൻ്റെ അമ്മാവനെ എന്നെ തന്നെയും പഠിച്ചവനെ ആൾക്ക് കൊണ്ടുപോയി കൂടായിരുന്നോ? എൻ്റെ മുത്തിനെ ബാക്കിയാക്കി കൂടായിരുന്നോ? ആര് പറയാ? സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ എന്ന് പറയേ. റളിയല്ലാഹു അൻഹ സഫിയ ബീവി മുത്തുനബിയെ പറ്റി പറയാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നീട്ടുന്നില്ല. ചിന്തിക്ക്. അലാ യാ റസൂലല്ലാഹി കുൻത റജാന വകുൻത ബിനാ ബർറൻ വലം തകു ജാഫിയ ഫിദാഉ റസൂലില്ലാഹി ഉമ്മി വഖാലതി വഅമ്മി വനഫ്സി ഖുസ്റ. എൻ്റെ ബാപ്പാനെയും ഉമ്മാനെയും എൻ്റെ അമ്മാവനെയും മൂത്താപ്പാനെയും എന്നെ തന്നെയും നബിക്ക് പകരം വെച്ചാലും അത് നിസ്സാരമാണ്. അത്രയും വലിയ നട്ടാണ് ഞങ്ങൾക്ക് സംഭവിച്ചു പോയത്. ആര്? സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് അള്ളാഹു അവരുടെയൊക്കെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു നമ്മൾ അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അള്ളാഹു മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകങ്ങളിലൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹബീബിന് വേണ്ടി ഒരുങ്ങുക. ഹബീബിന് വേണ്ടി എല്ലാവരും ഒരുങ്ങുക. എല്ലാവരും ഒരുങ്ങുക. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. പരിശുദ്ധ റബീഉൽ അവ്വൽ 12 വരുന്നുണ്ട് എന്ന് കണ്ടാൽ അങ്ങാടികളെല്ലാം അലങ്കരിക്കുക. എന്തുകൊണ്ട്? മസ്ജിദിനെ അലങ്കാരം എടുക്കാൻ മുത്തുനബി പരിശുദ്ധ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. മസ്ജിദിനെ മസ്ജിദാക്കിയത് മുഹമ്മദ് മുസ്തഫയാണ്. മസ്ജിദ് ഈ മുത്തുനബി ഇല്ലെങ്കിൽ മസ്ജിദ് ഇല്ല. ഏറ്റവും വലിയ മസ്ജിദിൽ 360 വിഗ്രഹങ്ങൾ വെച്ചിരുന്ന കാലത്താണ് ഹബീബാ നബി വരുന്നത്. മനസ്സിലായില്ല? യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. എല്ലാ ആരാധനാലയത്തിന്റെ അടുത്തും ആരാധനാ വേളയിലും നിങ്ങൾ അലങ്കാര പൊലിമകളെ എടുക്കണം എന്ന് ഖുർആൻ. മസ്ജിദിന്റെ അടുത്ത് അലങ്കാരം എടുക്കണമെന്ന് ഖുർആൻ. മസ്ജിദിനെയും അലങ്കരിക്കുക. മസ്ജിദിന് വേണ്ടി നീയും മസ്ജിദിനെയും അലങ്കരിക്കുക. മസ്ജിദിന് വേണ്ടി നീയും അലങ്കൃതനാവുക എന്ന് ഖുർആൻ. ഈ ആയത്തിന്റെ തഫ്സീർ അല്ലാമ ശഅറാവി തങ്ങൾ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക. ഈ ആയത്തിന്റെ തഫ്സീർ ശ്രദ്ധിക്കണം കേട്ടാ. ഞാൻ തന്നെ പറയുന്നറിയോ? ഇപ്പൊ നമ്മളെ ചെറിയ ചില പള്ളി കമ്മിറ്റിക്കാർക്ക് അലങ്കരിക്കേണ്ടൊന്നും വേണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. മസ്ജിദ് അലങ്കരിക്കേണ്ട ഏറ്റവും വലിയ ദിവസം എന്നാ? റബീഉൽ അവ്വൽ 12. എന്തുകൊണ്ട്? മസ്ജിദിന്റെ അടിസ്ഥാന കാരണം ആരാ? പറയും മനുഷ്യന്മാരെ. മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ. വഹാബിയത്ത് ഹിജാസിൽ അധികാരം നേടുന്നത് വരെ ബഹുമാനപ്പെട്ട ഹറം ഷരീഫ് മുഴുവൻ അലങ്കരിച്ചിരുന്നു. റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ അത് നശിപ്പിച്ചത് മനസ്സിലാക്കണം, ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ വന്ന വഹാബിയത്താണ്. ഹിജ്റ 13-ാം നൂറ്റാണ്ടിൽ വഹാബിയത്ത് കടന്നു കയറി എങ്ങോട്ട്? AD
18-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത്. പിന്നെ അവരെ പുറത്താക്കിയത് മുഹമ്മദ് അലി പാഷയാണ്. AD 1809 മുഹമ്മദ് അലി പാഷ നേരെ ഹിജാസിലേക്ക് കയറി വഹാബികളെ പുറത്താക്കി. AD 1809 AD 1809 ഹിജാസിനെ മോചിപ്പിച്ചു. 11 മദീനയെ മോചിപ്പിച്ചു. AD 1813 മക്കയെ മോചിപ്പിച്ചു. AD 17-18 നൂറ്റാണ്ടുകളിൽ വഹാബിയത്തിന്റെ പടയോട്ടം നടന്നു. എവിടെ? പറ, എവിടെ? ഹിജാസിൽ. വഹാബിയത്ത് എന്താ ചെയ്തത്? റബീഉൽ അവ്വൽ പരിപാടികൾ നിർത്തൽ ചെയ്തു. എന്തുകൊണ്ടെന്നാൽ അവരും യഹൂദിയത്തും തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. ഇന്നും മനസ്സിലായില്ലേ? അത് കാരണം എന്ത് ചെയ്തു അവര്? വന്ന ഉടനെ തന്നെ അവർ ചെയ്തത് എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഇല്ലാതാക്കി. എല്ലാ തിങ്കളാഴ്ച രാവിനും വെള്ളിയാഴ്ച രാവിനും ബുർദ ചെല്ലുന്ന പരിപാടി കഅബാലയത്തിന്റെ തൊട്ടടുത്തിരുന്ന് ഇശ നിസ്കരിച്ചാൽ ബുർദ ചൊല്ലി തീർക്കുമായിരുന്നു. അന്ന് വരെ വഹാബികൾ അധികാരത്തിലേറിയപ്പോൾ അതില്ലാതെയാക്കി. അതേപോലെ തന്നെ ദലായിലുൽ ഖൈറാത്ത് ആരുടെ? ബഹുമാനപ്പെട്ട ഇമാം ജസൂലി, മനസ്സിലായില്ലേ? തങ്ങളുടെ ദലായിലുൽ ഖൈറാത്ത് നിഷേധിച്ചു. തസ്ബീഹും മാലയും ഉപയോഗിച്ച് തസ്ബീഹ് ചൊല്ലുന്നത് നിഷേധിച്ചു. മാത്രമല്ല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ബാങ്കിന്റെ മുന്നിൽ ചൊല്ലിയതിന്റെ പേരിൽ മസ്ജിദുൽ ഹറാമിലെ മുഅദ്ദിനെ കൊന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ മസ്ജിദുൽ ഹറാമിലെ മുഅദ്ദിനെ കൊലപ്പെടുത്തി. മനസ്സിലായോ പറഞ്ഞത്? ഇതെല്ലാം ചെയ്ത് വഹാബിയത്ത്. നിങ്ങൾ ചിന്തിക്കണം, ചിന്തിക്ക്. അതുവരെ നിരാക്ഷേപം വളരെ ഭംഗിയായി അവിടെ നടന്നു വന്നിരുന്നു. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് മൗലിദ്. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ. മസ്ജിദ് അലങ്കരിക്കണമെങ്കിൽ മൻ അല്ലമ സുജൂദ, സുജൂദിനെ പഠിപ്പിച്ച ആൾ അവരിൽ ഉണ്ടാകണം. മസ്ജിദിനെ അലങ്കരിക്കണമെങ്കിൽ മസ്ജിദ് അല്ലാഹു അംഗീകരിക്കണ്ടേ? അങ്ങനത്തെ ഒരു മസ്ജിദ് ഉണ്ടല്ലോ. മസ്ജിദ് തന്നെ, പക്ഷെ മനസ്സിലായില്ല. ഒരു പള്ളി തന്നെ, ഖുർആനെ പള്ളി തന്നെ പറഞ്ഞു. മനസ്സിലായില്ലേ? വല്ലദിനത്തഖദു മഅബദൻ ളിറാറെന്നല്ല, പറ മസ്ജിദ് ളിറാറെന്നാണ്. അപ്പൊ രണ്ട് സൈസ് പള്ളി ഉണ്ട്. ഏത് പള്ളി? ഫീഹിം റസൂലുള്ളാഹ് ലൈസ ഫീഹിം റസൂലുള്ളാഹ്. വല്ലദിനത്തഖദു മഅബദൻ ളിറാറല്ല, വല്ലദിനത്തഖദു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് എന്നാൽ ആ മസ്ജിദ് ഏതാ? ആ മസ്ജിദ് ഏതാ? ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വ. തഖ്വയുടെ ഫസ്റ്റ് സ്റ്റോൺ ആരാ? മുഹമ്മദ്. വഹുവ ഇമാമുൽ മുത്തഖീൻ. മനസ്സിലായില്ലേ? പള്ളിയിൽ നടക്കുന്ന എന്താ? ഇബാദത്ത്. ആരാ? അബ്ദുൻ നാസ് മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ നടക്കുന്ന എന്താ? സുജൂദ്. ആരാണ് അസ്ജദുൻ നാസ്? ലോകത്തെ ഏറ്റവും വലിയ സുജൂദാരൻ ആരാ? മുഹമ്മദ് മുസ്തഫ. ഖലഖഹുല്ലാഹു സാജിദൻ എന്ന് ഇമാം ഖസ്തല്ലാനി. ഞാൻ അവസാനിപ്പിക്കാൻ നേരം വൈകി, നിങ്ങൾ ഓരോ സ്ഥലത്ത് എത്തേണ്ടവരാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ അൽഹംദുലില്ലാഹ്, ഇതൊക്കെ വളരെ കൃത്യമായി ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെടുന്ന സത്യങ്ങളാണ്. ഇത് റഫഅനാ ലക ദിക്റക. ഇത് ഖിയാമത്ത് നാൾ വരെ ഇതിൽ പണിയെടുക്കണം. ഫാത്തിഹ, ഫാത്തിഹ മുഹമ്മദ് മുസ്തഫ. ഫാത്തിഹ സൂറത്ത് ഫാത്തിഹ. പറ ഫാത്തിഹ ഖുർആന്. ഫാത്തിഹ പറ. ഫാത്തിഹ റസൂലുള്ളാഹിന്റെ പേരാ. ഫാത്തിഹ ഖുർആന്റെ പേരാ. അവിടുന്ന് തുടങ്ങിയതാ. ഞാൻ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്. ഏതാണത്? വഇദാ ഖീല ലഹും തആലൂ മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ ലവ്വ റൂസഹും, അവർ തലതിരിച്ചു പോകും. എന്തുകൊണ്ട്? ലൈസ ഫീഹിം മഹബ്ബത്തു റസൂലില്ല. മഹബ്ബത്ത് ഉണ്ടെങ്കിലോ പാടും പറയും. മഹബ്ബത്ത് ഉണ്ടോ പാടും പറയും. ഒരാൾക്ക് പിണറായി വിജയനോട് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ എന്താണാലും പിണറായി പോലെ എന്നറിയും. ഒരാൾക്ക് ചെന്നിത്തലയോട് വലിയ മഹബ്ബത്ത് ഉണ്ടെങ്കിൽ എവിടെ ചെന്നിത്തലയെ പറ്റി പറയും. ഒരാൾക്ക് നരേന്ദ്രമോദിയോടാണ് മഹബത്തെങ്കിൽ എപ്പോഴും അങ്ങനെ പറയും. ഒരാൾക്ക് യേശുദാസിനോടാണ് മഹബത്തെങ്കിൽ അയാളെ പറ്റി പറയും. ഒരാൾക്ക് മുത്തുനബിയോടാണെങ്കിലോ സദാസമയം ആരെ പറ്റി പറയും? മുത്ത് മുഹമ്മദ് മുസ്തഫ സമയം താമസിച്ചത് കൊണ്ടാണ്.
അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ പ്രശംസിക്കുന്നതിനനുസരിച്ച് അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീർ ബഹറുൽ മദീദിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് ആത്മാവിന്റെ സായുജ്യമാണ്, അത് ആത്മാവിന്റെ സായുജ്യമാണ്. ബഹുമാനപ്പെട്ട മഹാനായ ഈ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറയാം ഒറ്റ വാക്ക്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ നോക്കി ലാകിന്നൽ കസീർ മിൻഹും ഇദാ ദുക്കിറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്താഖ ഇലാ റുയതിഹി. റസൂലുള്ളാഹിനെ പറയുന്നതിനനുസരിച്ച് മുഅ്മിനീങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണാൻ പൂതിയാവും. ബഹൈതു യൂസിറുകു മാ യൂസിറുഹാ അലാ അഹ്ലിഹി വലദിഹി വമാലിഹി വവാലിദിഹി. ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളും ഒക്കെ നബിയെ തിരഞ്ഞെടുക്കും. വയബ്ദുൽ നഫ്സുഹു ഫിൽ ഉമൂരിൽ ഖതീറ. ഏത് പ്രതിസന്ധികളും നേരിടാൻ നബിയെ പറഞ്ഞു കേട്ടാൽ ഒരു മനുഷ്യൻ തയ്യാറാകും. വയജിദു മുഖ്ബിറു ദാലിക മിൻ നഫ്സിഹി വിജ്ദാനൻ. ഒരു പ്രത്യേക അനുഭവം നബിയെ പറ്റി പറയുന്ന മജ്ലിസിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാവും. നബിയെ പറ്റി പറയുന്ന സദസ്സിൽ അള്ളാഹു ഒരു അബ്ദിന് നബിയെ പറ്റി ബോധം ഉണ്ടായാലേ അള്ളാഹിനെ പറ്റി ബോധം ഉണ്ടാകൂ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ വാതിലാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഫഅൻത ബാബുല്ലാഹി അയ്യുംദിന അതാഹു മിൻ ഗൈരിക ലാ യദ്ഖുലു. ഫഅൻത ബാബുല്ലാഹ് ഫഅൻത ബാബുല്ലാഹ് ഫഅൻത ബാബുല്ലാഹ് ഫഅൻത ബാബുല്ലാഹ്. അള്ളാഹുവിന്റെ വാതിലാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും എന്ന് പറഞ്ഞാൽ വജലത് ഖുലൂബ് ആകണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കുന്ന വജലത് ഖുലൂബ് ആവണമെങ്കിൽ ആദ്യം അവൻ ആരടുത്തുണ്ടാവണം? മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഇദാ ദുക്കിറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുസല്ലി അലൈഹി അബഅദഹുല്ലാഹ്. പിന്നെങ്ങനെ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബ് എന്ന് പറയാം? മനസ്സിലായില്ല. അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ ഹൃദയം പടക്കണമെങ്കിൽ അവർക്ക് ആദ്യം ആരടുത്ത് അവരുണ്ടാകണം? നബിയുടെ അടുത്തുണ്ടാവണം. ഫഅൻത ബാബുല്ലാഹി അയ്യുംദിന അതാഹു മിൻ ഗൈരിക ലാ യദ്ഖുലു. ഒരാൾ നബിയെ കൂടാതെ അള്ളാഹിന്റെ വാതിൽ വന്നാൽ ഒരിക്കലും കടക്കാൻ കഴിയില്ല. വഖത്തുൽ ബുയൂത മിൻ അബ്വാബിഹ. ഒരു വീട്ടിലേക്ക് വാതിലൂടെ കടക്കേണ്ടത്. ബാബുല്ലാഹി മുഹമ്മദ്. അപ്പൊ മറ്റു നബിമാരില്ല. മറ്റു നബിമാർ ബാബുൻ ഇലാ മുഹമ്മദ് വഹുവ നബിയുൽ അംബിയാ. അള്ളാഹു ഒറ്റ വാതിലേ ഉള്ളൂ. അള്ളാഹു ഒറ്റ വാതിലേ ഉള്ളൂ. ആരാ? പറ, ആരാ? മുഹമ്മദ് മുസ്തഫ. മറ്റു നബിമാര് അബ്വാബു ഇലാ ബാബില്ലാഹി വഹുവ മുഹമ്മദ്. മാ ആമന നബിയ്യുൻ ഇല്ലാ ബിൽ ഈമാനി ബി മുഹമ്മദ്. വഇദാ അഖദല്ലാഹു മീസാഖ നബിയ്യിന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലാ തൻസുറുന്നഹു. മനസ്സിലായോ പറഞ്ഞത്? മാ ആമന നബിയ്യുൻ ഇല്ലാ ബിൽ ഈമാനി ബി മുഹമ്മദ്. അപ്പോൾ മുഹമ്മദ് എന്നത് ബാബുൽ അംബിയ ആണ്. അൽ ബാബുല്ലാഹിൽ വഹീദ്. അള്ളാഹുവിലേക്കുള്ള ഒരേ ഒരു വാതിൽ ആരാണ്? വഇൻ കാന ആദം യസ്താഖു അൻ യുശ്ഹറ ഫിൽ ജന്നതി അൻ യകുന അബാ മുഹമ്മദ്. സ്വർഗ്ഗത്തിൽ കയറിയാൽ ആദം എന്ന് ഒരാൾ വിളിച്ചാൽ അത് നബിക്ക് ദേഷ്യ. വഹുവ യുഹിബ്ബു അൻ യുശ്ഹറ ബി അബി മുഹമ്മദ്. അബു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ല? ഫഇന്നഹു യുഹിബ്ബു. ഇതൊക്കെ തെളിവോട് കൂടി പറയുന്നത്, വെറുതെ പറയല്ല. فإن آدم يحب أن يشهر في الجنة أن يكون أن يلقب برا بأبي محمد. يا أبا محمد يحب ويستبشر. ഭയങ്കര സന്തോഷം. ആർക്ക്? സയ്യിദ്നാ ആദം. يحب أن يلقب بأبي محمد. എന്തുകൊണ്ട്? മുഹമ്മദുൻ ബാബുല്ലാഹി അൽ വഹീദ്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ. പഠിക്കേണ്ടതുപോലെ പഠിക്കാതെ നടന്നാൽ സുന്നത്യമായിട്ടൊന്ന് പുറത്തു പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സുന്നത്യമായിട്ടൊന്ന് പുറത്തു പോയാൽ രണ്ട് വിഭാഗമായി മാറും. ഒന്നിരിക്കൽ അവർ ഭീകരവാദിയായി ദമ്മാജിയായി പോകും, അല്ലെങ്കിൽ രണ്ട് വാദിയാവും. ഒന്നിരിക്കൽ നിരീശ്വരവാദി അല്ലെങ്കിൽ ഭീകരവാദി. ഒക്കെ ബാധ്യ. മനസ്സിലായില്ല? രണ്ടാലൊരു വാദ്യവും. സുന്നത്യമായിട്ടൊന്ന് പോയാൽ ഒന്നിരിക്കൽ നിരീശ്വരവാദി അല്ലെങ്കിൽ ഭീകരവാദി. ദമ്മാജി ഇന്ത്യയിലൊന്നും ജീവിക്കാൻ പാടില്ല, സ്വർഗം കിട്ടണമെങ്കിൽ യമനിൽ പോയി മരിക്കണം എന്ന് പറഞ്ഞത് കൂട്ടരുണ്ടല്ലോ. ദമ്മാജികള് ഒക്കെ ഇവിടുത്തെ പ്രൊഡക്റ്റാ, ഈ സാധനത്തിന്റെ പ്രൊഡക്റ്റാ. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ബദർ ഉഹദ് തന്നെയാ. നമ്മൾക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ ഉണ്ട്, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മൾക്ക് അങ്ങനെ ദമ്മാജിലൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നമുക്ക് ഇവിടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ബദരീങ്ങളാണ്ട്. മനസ്സിലായില്ല? നീ എവിടേക്കെങ്കിലും ഒരാൾക്ക് യമനക്ക് പോകാൻ തോന്നിയാൽ പിന്നെ സുന്നാണെങ്കിൽ ആലോചിക്കും, ഞാൻ ഇവിടുന്ന് പോയാൽ ബദരീങ്ങളാണ് ആരാ നടത്തുക?
ഒരു സുന്നി യമനിലേക്ക് പോകില്ല, ഒരു സുന്നി സിറിയയിലേക്ക് പോകില്ല, ഒരു സുന്നി ഇന്ത്യക്കെതിരെ പണിയെടുക്കാൻ ഒരു നാട്ടിലേക്കും പോകില്ല. എന്തുകൊണ്ട്? നമുക്ക് നമ്മളുടെ അള്ളാന്റെ തൗഫീഖിനാൽ ഇതൊക്കെ നടന്നു തുടങ്ങിയപ്പോൾ തന്നെ ജീവിക്കണം. ഇത് ദുനിയാവിലെ ഏറ്റവും നല്ല നാടാണ് ഏത്? ഇന്ത്യ. അള്ളാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഇന്ന് വരെ അള്ളാഹു നാളെ അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് ഒരു സമസ്തയുടെ അനുയായി ഭീകരവാദിയും അല്ല, നിരീശ്വരവാദിയും അല്ല. ഈ രണ്ട് പ്രൊഡക്റ്റും വഹാബികളെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്, ഞങ്ങൾ ഉണ്ടാക്കിയല്ല എന്ന് കട്ജു വരെ സമ്മതിച്ചു. കട്ജുവിന്റെ ഫത്വ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീമാൻ കട്ജുവിന്റെ ഫത്വ ഉണ്ടല്ലോ ഈ ആഴ്ച. ഞാന് ഒരു ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന നാട്ടിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്ന സമയത്ത് മുസഫർ നഗറിലോ മറ്റോ ഒരു സംഘം സെലഫികൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, റബീഉൽ അവ്വലിൽ നബിദിനത്തെ തടയണം, മുഹമ്മദ് നബിയുടെ പ്രശംസ അവർ പറയുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് വിട്ടികളാണ്, ഒരു മനുഷ്യനെ പ്രശംസിച്ചുകൊണ്ട് എന്ത് നട്ട വരാൻ പോണത്? ആര്? കട്ജുവിന്റെ ബോധം പോലും. എന്നിട്ട് കട്ജു സ്വന്തം ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട് ഈ ആഴ്ച. എന്താ പറയുന്നറിയോ? സുന്നികളിൽ നിന്ന് ഒരിക്കലും രാഷ്ട്രവിരുദ്ധർ ഉണ്ടാകൂല. 99% മുസ്ലിമീങ്ങളും സുന്നികളും സമാധാനപ്രിയരുമാണ്. പക്ഷേ കുറഞ്ഞ സലഫികളെ കൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയ മുസ്ലിങ്ങൾ ഇവരാണെന്ന് മനസ്സിലാക്കുകയും ആ സാധുക്കളെ മേൽ കുതിര കയറുകയും ചെയ്യാണ്. മുസ്ലിമീങ്ങൾ ഉത്തരവാദിയല്ല. മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷം 99% സുന്നികളാണ്, സമാധാനപ്രിയരാണ്. ആരെഴുതിയിട്ടുണ്ട്? എന്നിട്ട് അയാൾ പറയാം, ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് ചീഫ് ജഡ്ജിയായിരുന്ന കണ്ടില്ലേ, അത് വായിച്ചൊരുന്ന് കയ്യോക്കി അതാ ഉണ്ടല്ലോ. അദ്ദേഹം പറയാണ്, എന്ത് നിങ്ങൾ നബിദിനത്തെ തടയണം. ഞാൻ വിചിത്രമായി തോന്നി, എന്താ സംഭവിക്കാൻ? അവര് മുഹമ്മദ് നബിയെ പ്രശംസിക്കുന്നുണ്ട്. ഓ, മുഹമ്മദ് നബിയെ പ്രശംസിച്ചോടോ, നിനക്കെന്താ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. എനിക്ക് ഇന്നും അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാവണമെന്നില്ല, ഒരു മനുഷ്യനെ പ്രശംസിച്ചാൽ എന്താ നട്ടം വരാൻ പോണ് എന്ന് കടിച്ചു ചോദിക്കുക. ഈ ജാതി വെട്ടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യം ഈ സമുദായത്തിനെ പറയിപ്പിക്കുന്ന? അതുകൊണ്ട് ഏതെങ്കിലും അവിടെയൊക്കെ കൂട്ടത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് മടങ്ങി വരണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരോടും ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആയിക്കോട്ടെ. മൗലൂദ് ഓതിയിട്ട് പിരിയാ.